ഓക്കെ. ഫസ്റ്റ് നമ്മളെ കൂടെ ജസ്റ്റ് ഒന്ന് പറയാണ്. എന്താണ് ഈ സെമി കോളൻ എന്നുള്ളത് ജസ്റ്റ് പറയാം. നമ്മള് സ്റ്റാർട്ട് ചെയ്തത് ഞാനും എന്റെ ടീമും കൂടെ ചേർന്നാണ്. ഞാനൊരു അലുമിനിയാണ്, സിഇടിയുടെ അലുമിനിയാണ്. സിഇടി അറിഞ്ഞാത്തവർക്ക് വേണ്ടി പറയാണ്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം. അവിടുത്തെ അലുമിനീസ് ചേർന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരു ഓർഗനൈസേഷനാണ് ഈ സെമി കോളൻ. നമ്മൾ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷം, കറക്റ്റ് ഈ മെയ് ആകുമ്പോഴത്തേക്കും ഒരു വർഷം ആവുന്നതേ ഉള്ളൂ. ലാസ്റ്റ് ഇയർ നമ്മൾ ഫസ്റ്റ് കൊണ്ടുവന്ന കോഴ്സാണ് ഈ MCA എൻട്രൻസ് കോച്ച്. നമുക്ക് നല്ല റിസൾട്ട്സ് കിട്ടിയായിരുന്നു. ആ റിസൾട്ട്സ് ബേസ് ചെയ്താണ് ഇപ്പോഴും നമുക്ക് ഒരുപാട് എൻക്വയറീസും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ലാസ്റ്റ് ഇയർ നമ്മൾ റിസൾട്ട്സിന്റെ കാര്യങ്ങളൊക്കെ ലാസ്റ്റ് പറയാം, അറിഞ്ഞാത്തവർക്ക് വേണ്ടി പറയാം. നമ്മൾ കുറച്ച് കോഴ്സുകൾ ഇങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടെക്നോളജി ട്രെയിനിങ്സും ഫൗണ്ടേഷൻ കോഴ്സും ഡിഗ്രി സബ്സ്റ്റിറ്റ്യൂഷനും. നമ്മളെ മെയിൻ എയിം എന്ന് പറയുന്നത് എപ്പോഴും എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ട് കോച്ചിങ് കൊടുക്കുക എന്നുള്ളതാണ്. എപ്പോഴും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കോച്ചിങ്. നമ്മൾ എല്ലാ കോഴ്സുകളും എടുത്ത് നോക്കിയാലും എല്ലാം ഒരു 1000-1500 മാക്സിമം 2000 റേഞ്ചിലാണ്. ഒരു മാസം 2 മാസത്തെ കോഴ്സൊക്കെ വളരെ റേറ്റ് കുറച്ചാണ്. നമ്മളിപ്പോ ഈ ഒരു MCA എൻട്രൻസ് കോച്ചിങ് വരെ 1799 എന്ന് പറയുന്ന ഒരു ഫീസിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അത് എല്ലാവർക്കും അഫോർഡബിൾ ആവാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു ഫീസിലേക്ക് നമ്മൾ എത്തിയത്. ഓക്കെ. അപ്പം ഇപ്പൊ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എന്റെ പേര് ഗൗതം കൃഷ്ണ എന്നാണ്. ഞാൻ ഇപ്പൊ കറന്റ് ഒരു ലെക്ചറാണ്, ഒരു ട്രിവാൻഡ്രത്ത് ഒരു കോളേജിലെ ലെക്ചറാണ്. ഇനി നമുക്ക് നമ്മളെ കാര്യത്തിലേക്ക് കിടക്കാം. ഓക്കെ. എന്താണ് MCA? ഒരു 2 വർഷങ്ങൾക്ക് മുമ്പ് ഒരു 3 ഇയർ കോഴ്സ് ആയിരുന്നു. ഒരു 2 വർഷം ആയതേ ഉള്ളൂ ഒരു 2 ഇയർ കോഴ്സ് ആയിട്ട്. ആ ഒരു 2 ഇയർ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന കുറച്ച് യൂണിവേഴ്സിറ്റികൾക്ക് വേണ്ടിയുള്ള ഒരു കോമൺ എൻട്രൻസ് ആണ് എന്ത് LBS കണ്ടക്ട് ചെയ്യുന്നത്. LBS എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ആ ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു എൻട്രൻസ് ആണ് കുറച്ച് യൂണിവേഴ്സിറ്റികൾക്ക് വേണ്ടി. നമ്മളെ KTU, APJ അബ്ദുൽ കലാം യൂണിവേഴ്സിറ്റി എഴുതിയിരിക്കുന്ന നമ്മളെ പ്രോസ്പെക്ടസിൽ എടുത്തിട്ടിരിക്കുന്ന വേർഡ്സ് ആണ്. KTU, കേരള യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി. ഇത്രയും കോളേജുകളുടെ അല്ലെങ്കിൽ ഈ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള MCA കോളേജുകളിൽ അല്ലെങ്കിൽ MCA കോഴ്സുകൾക്ക് അഡ്മിഷൻ നേടാൻ വേണ്ടി നമുക്ക് ഏത് എൻട്രൻസ് ആപ്ലിക്കബിൾ ആണ്? LBS ആണ്. അപ്പൊ LBSന്റെ മാർക്ക് വെച്ചാണ് ഈ ഈ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളിൽ അഡ്മിഷൻ കിട്ടുന്നത്. അല്ല, വേറെയും ഇതല്ലാതെയും കുറെ യൂണിവേഴ്സിറ്റികൾ കേരളയിലുണ്ട്. നിങ്ങൾക്ക് ക്യുസാറ്റൊക്കെ അറിയായിരിക്കും. ക്യുസാറ്റൊക്കെ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് എൻട്രൻസ് നടത്തുന്നത്, LBSന്റെ കീഴിലല്ല വരുന്നത്. അതേപോലെ കാലിക്കട്ടും എന്റെ കീഴിലല്ല, LBSന്റെ കീഴിലല്ല വരുന്നത്. അപ്പം LBSന്റെ കറന്റ് കീഴിലുള്ളത് KTUവും കേരള യൂണിവേഴ്സിറ്റിയും MGയും കണ്ണൂർ. അപ്പൊ ഇത് ഏത് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ നിങ്ങൾക്ക് അഡ്മിഷൻ വേണമെങ്കിൽ നിങ്ങൾ എന്ത് എഴുതിയേ പറ്റൂ? LBS അപ്പിയർ ചെയ്തേ പറ്റൂ. ഇനി എന്തിന് നിങ്ങൾ MCA എടുക്കണമെന്ന് ഇപ്പൊ എന്റെ ഒരു നിഗമനം അനുസരിച്ച് നമുക്ക് വന്ന എൻക്വയറിയിൽ കുറെ കുട്ടികൾക്ക് non-CS ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്. അവരെന്തുകൊണ്ട് MCA എടുക്കുന്നു എന്നുള്ളതിന്റെ റീസൺ എല്ലാവർക്കും അറിയായിരിക്കും. പ്രൊഫഷണൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ്. നിങ്ങളൊരു MSc കമ്പ്യൂട്ടർ സയൻസ് എടുക്കുകയോ അല്ലെങ്കിൽ MSc ഫിസിക്സോ MSc കെമിസ്ട്രി എന്തെടുത്താലും, ഡിഗ്രി പഠിച്ച ഒരാൾക്ക് പറ്റുന്ന ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഏതെടുത്താലും നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ല. പ്രൊഫഷണൽ എന്നുകൊണ്ട് മീൻ ചെയ്യുന്ന ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റികളുടെ കീഴിൽ വരുന്ന കോഴ്സുകളെയാണ് യൂഷ്വലി എന്ത് പ്രൊഫഷണൽ. ബിടെക് ഒരു പ്രൊഫഷണൽ കോഴ്സാണ്. അപ്പൊ ബിടെക് പോലെ ഒരു പ്രൊഫഷണൽ കോഴ്സാണ് എന്ത് MCA എടുത്താൽ നിങ്ങളിപ്പോ ഒരു ഡിഗ്രി കിട്ടുന്ന കാട്ടി നല്ലൊരു പേ സ്കെയിൽ നിങ്ങൾക്ക് എപ്പോഴും ഏതൊരു കമ്പനിയിലും കിട്ടും. അതാണ് MCA എടുക്കുന്നതിന്റെ അഡ്വാൻറ്റേജ്. ഇപ്പൊ ഡിഗ്രി എടുത്താൽ നമുക്കൊരു കമ്പനിയിലേക്ക് പോകാം. പക്ഷെ MCA എടുത്തുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ പേ സ്കെയിൽ ഭയങ്കരമായിട്ട് മാറും. നിങ്ങൾ ആരെങ്കിലും ചോദിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഒക്കെ അല്ലെങ്കിൽ അറിയാവുന്ന ആരെങ്കിലും ഒക്കെ ചോദിച്ചു നോക്കുന്ന ഒരു ഐഡിയ കിട്ടും ഈ പേ സ്കെയിലിന്റെ ഡിഫറൻസ് എങ്ങനെ വരുന്നത്. MCA എന്ന് പറയുന്നത് ബിടെക് ലെവൽ ഇക്വലന്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു IT ഫീൽഡിലേക്ക് കയറുന്നുണ്ടെങ്കിൽ നല്ലൊരു എൻട്രി പോയിന്റ് ആണ് എന്ത് MCA എടുക്കുന്നതും. അതേപോലെ നല്ല കോളേജുകളിൽ പഠിക്കുന്നതും നിങ്ങൾക്ക് നല്ലൊരു കമ്പനിയിലേക്ക് പ്ലേസ്ഡ് ആവാൻ സഹായിക്കും. അതിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഏതൊക്കെ കോളേജുകളാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. എലിജിബിലിറ്റി, പണ്ട് MCA എഴുതാൻ പറ്റുന്നത് കമ്പ്യൂട്ടർ സയൻസ് അല്ല, മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് കമ്പൽസറി ആയിട്ട് മാത്സ് +2 പഠിച്ചവർക്കേ എന്ത് എഴുതാൻ പറ്റുള്ളൂ? MCA എഴുതാൻ പറ്റുള്ളൂ. പക്ഷെ ലാസ്റ്റ് മുമ്പത്തെ ഇയറും ജസ്റ്റ് അതിനെ എടുത്ത് മാറ്റി അവർ ആ കമ്പൽസറി മാത്സ് എന്തില്ല നമ്മുടെ ഇതിലില്ല, പ്രോസ്പെക്ടസിന് എടുത്ത് മാറ്റി. മാത്സ് 10 അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ലെവലാണ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിലും നിങ്ങൾക്ക് മാത്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിലും, നോ മാത്തമാറ്റിക്സ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിലും ആ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഒരു ബ്രിഡ്ജ് കോഴ്സ് പ്രൊവൈഡ് ചെയ്ത് നിങ്ങൾക്ക് ആ മാത്സ് കാപ്പബിലിറ്റി വരുത്തിക്കോളും. നിങ്ങൾക്ക് മാത്സ് വേണമെന്ന് നിർബന്ധമില്ല. അപ്പൊ നിങ്ങൾ ഏത് BC ആയാലും BSc കമ്പ്യൂട്ടർ സയൻസ് ആയാലും ബിടെക് കാരനായാലും BA ആയാലും ഏത് കോഴ്സ്, എനി ഗ്രാജുവേഷൻ ഡിഗ്രി ആണ്, BCom ആയാലും BA ആയാലും BVoc ആയാലും ഏത് ഡിഗ്രി പഠിച്ച ഒരാൾക്കും MCA എൻട്രൻസ് എഴുതാം. അത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ കോമ്പറ്റീഷന്റെ ലെവൽ കൂടും. ഏത് പോയിന്റിൽ നിന്നുള്ള ഒരാൾക്കാർക്കും വന്ന് എന്ത് ചെയ്യാം? എഴുതാം. ബിടെക്കാർക്ക് വരെ എഴുതാം. ബിടെക് പഠിച്ച ആർക്ക് വേണോ എന്തെഴുതാം? MCA എഴുതാം, എൻട്രൻസ് എഴുതാം. ഇനി
നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്രൈറ്റീരിയ നിങ്ങൾ ഫൈനൽ ഇയർ സ്റ്റുഡന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ പാസ്ഡ് ഔട്ട് ആയിരിക്കണം. പിന്നെ നിങ്ങൾക്ക് ഇപ്പം ആർക്കെങ്കിലും സപ്ലിയോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ മാത്രം ക്ലിയർ ചെയ്തിരുന്നാൽ മതി. ഈ ഒരു എക്സാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു ജൂൺ ജൂലൈയിലൊക്കെ ആകുമ്പോൾ, ജൂണിലാണ് യൂഷ്വലി എക്സാം വരുന്നത്, ജൂലൈയൊക്കെ ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ അഡ്മിഷൻ പ്രൊസീജിയർ ആകും. അപ്പം നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ സമയത്ത് നിങ്ങളിപ്പോൾ ഒരു കോളേജിൽ പോകും, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു TKM കൊല്ലം TKMൽ പോവുകയാണെങ്കിൽ ആ ദിവസം നിങ്ങൾക്ക് പാസ്സായിരുന്നാൽ മതി. ഇപ്പോഴേ നിങ്ങൾ പാസ്സാവണമെന്ന് ഒരു നിർബന്ധവുമില്ല. ആ സമയത്ത് നിങ്ങൾക്ക് എന്തിരുന്നാൽ മതി, ഒറിജിനൽ സർട്ടിഫിക്കറ്റും ക്വാളിഫയിങ് മാർക്സും എല്ലാം ഉള്ള ഒരു പ്രൂഫ് ഉണ്ടായിരുന്നാൽ മതി. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും സപ്ലി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാം, ഇഷ്യൂ ഇല്ല. പക്ഷെ ആ സമയം നിങ്ങൾ എന്തായിരിക്കണം, പാസ്സാവണം. അപ്പൊ നിങ്ങൾക്ക് ഇതിന് മനസ്സിലാക്കേണ്ട പോയിന്റ്, മാത്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, +2-ലോ ഡിഗ്രിയിലോ ഇല്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എൻട്രൻസ് എഴുതാം. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി മാത്സ്, അത് യൂണിവേഴ്സിറ്റിയുടെ കേസാണ്, നിങ്ങൾ അത് ബോധർ ചെയ്യണം, നിങ്ങൾക്ക് എഴുതാം, അത്രേ ഉള്ളൂ. ഇനി ആപ്ലിക്കേഷൻ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്തോ, ആപ്ലിക്കേഷൻ ആൾറെഡി കഴിഞ്ഞു, മറ്റൊരു മറിച്ചെന്ന് കുറച്ച് കുറേ ഫേക്ക്, അല്ലെങ്കിൽ ഫേക്ക് എന്ന് പറയാൻ പറ്റില്ല, ജനറേറ്റഡ് ന്യൂസുകൾ ഒരുപാട് വരും. ആ LBSന്റെ നോട്ടിഫിക്കേഷൻ യൂഷ്വലി വരുന്നത് ലാസ്റ്റ് ഇയറിന്റെ കേസാണെങ്കിൽ മെയ് 1st അല്ലെങ്കിൽ 2nd വീക്കിൽ യൂഷ്വലി കാണാറുണ്ട് നോട്ടിഫിക്കേഷൻ. അത് വരുന്നത് ഈ ഒഫീഷ്യൽ സൈറ്റിലാണ്, lbs.center.kerala.gov.in എന്ന് പറയുന്ന സൈറ്റിൽ മാത്രമേ ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും വരും. ഇത് ഫീസാണ്, അപ്ലൈ ചെയ്യാനുള്ള ഒരു ഫീസാണ്. ജനറൽക്കാർക്ക് 1200, SC/ST-കാർക്ക് 600 ആണ് ഫീസ്. പിന്നെ ഇതൊരു ഓഫ്ലൈൻ എക്സാം ആണ്, ഓഫ്ലൈൻ പെൻ ആൻഡ് പേപ്പർ എക്സാം ആണ്. പെൻ ആൻഡ് പേപ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ PSC എക്സാം ഒക്കെ എഴുതുന്ന പോലെ ബബിൾ ചെയ്യണം, ഒരു ബബിൾ ഷീറ്റും ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻസേഴ്സ് ബബിൾ ചെയ്യുക. ഇനി എക്സാം വരുന്നത് കൃത്യമായിട്ട് ജൂൺ ഒരു 2nd വീക്കൊക്കെ ആകുമ്പോൾ എന്തായാലും എക്സാം കാണും. അതിന് മുമ്പേ വരാനുള്ള ചാൻസേ ഉള്ളൂ, ലേറ്റ് ആണ്. ഇത് നേരത്തെ വരുന്നതനുസരിച്ച് ഇത് നേരത്തെ വരും. ഈ ഒരു ആപ്ലിക്കേഷൻ ഡേറ്റ് വരുന്നതനുസരിച്ച് ഡേറ്റ് ഓഫ് എക്സാമും വരും. ലാസ്റ്റ് ഇയറിലെ ടെന്റേറ്റീവ് ഷെഡ്യൂളാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഈ ഒരു ഷെഡ്യൂൾ ബേസ് ചെയ്താണ് എന്ത് ചെയ്ത് റാങ്ക് ലിസ്റ്റ് വന്നത്. റാങ്ക് ലിസ്റ്റ് വന്നത് 26/6/2023 എന്ന് പറഞ്ഞാൽ ജൂൺ 26 റിസൾട്ട് വന്നു. അത് കഴിയുമ്പോൾ 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജിൽ നിങ്ങൾ അഡ്മിറ്റഡ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ടൈം വരുന്നത് ഇപ്പൊ ഒരു സിലബസ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ആ പ്രോസ്പെക്ടസ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കൃത്യമായിട്ട് പറഞ്ഞൊരു 1.5 മാസം അല്ലെങ്കിൽ 1 മാസം, അതിൽ കൂടുതൽ നിങ്ങൾക്ക് കിട്ടില്ല. അപ്പൊ അത്രയും ഒരു ഷോർട്ട് ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. വലിയ ഭയങ്കര ടഫ് ലെവൽ ഒന്നും അല്ല. ടഫ് ലെവലൊക്കെ ആണെങ്കിൽ നിംസെറ്റ് ലെവലാണ് ഏറ്റവും ടഫായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. MC എൻട്രൻസുകളിൽ ഏറ്റവും ടഫ് നിംസെറ്റ് ആണ്. നിംസെറ്റും CET PG ഒക്കെ ടഫാണ്. ആ ലെവൽ വെച്ചിട്ട് LBS വളരെ സിമ്പിൾ ആണ്, സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നേ ഉള്ളൂ. ഇനി ഇത് ജസ്റ്റ് എന്തൊക്കെ സാധനങ്ങൾ നിങ്ങൾക്ക് വേണം ആപ്ലിക്കേഷൻ ടൈമിൽ, അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യേണ്ട സാധനങ്ങളാണ്. ഈ SSL സർട്ടിഫിക്കറ്റ്, കാസ്റ്റ്, നിങ്ങൾക്ക് റിസർവേഷൻ വേണമെങ്കിൽ ആ റിസർവേഷനുള്ള ഗ്യാസ് സർട്ടിഫിക്കറ്റ്, കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അതൊക്കെ ഞാൻ ഈ PPT ഷെയർ ചെയ്യാൻ, നിങ്ങൾ നോക്കിയിരുന്നാൽ മതി ജസ്റ്റ് ഒന്ന്. ഇനി എക്സാം പാറ്റേണിനെ കുറിച്ച് പറയാം. ലാസ്റ്റ് ഇയർ ഒരു സിലബസ് ചേഞ്ച് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഇയർ, അതിന് മുമ്പിലത്തെ 2 വർഷം സെയിം സിലബസ് ആയിരുന്നു. ലാസ്റ്റ് ഇയർ ഒരു സിലബസ് ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. ആ ചേഞ്ച്, അപ്പൊ നമ്മുടെ ഒരു അസംഷൻ എന്ന് പറയുന്നത് ഈ ഇയർ ചേഞ്ച് വന്നാലും വളരെ ഫീബിൾ ആയിട്ട് വരുള്ളൂ. കാരണം കഴിഞ്ഞ ഇയർ തന്നെ ചേഞ്ച് ചെയ്തിട്ട് ഇനി അത് ചേഞ്ച് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. എക്സാം 120 മാർക്കിനാണ്. 120 മാർക്ക്, ഒരു ക്വസ്റ്റ്യന് 1 മാർക്ക്. അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് വരുന്നത് ഇവിടെ നെഗറ്റീവ് മാർക്കിൽ. അപ്പൊ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ, ഒരു ആൻസർ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് അറ്റംപ്റ്റ് ചെയ്യാം. നോ ഇഷ്യൂ. 120 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, അറ്റംപ്റ്റ് ചെയ്യാം. നെഗറ്റീവ് മാർക്കില്ല ഇതുവരെ. എക്സാമിനേഷന്റെ മീഡിയം എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിൽ മാത്രമേ ഉള്ളൂ, മലയാളം ട്രാൻസ്ലേഷൻ ഒരു പരിപാടിയില്ല. ഇംഗ്ലീഷ് മാത്രം. നിങ്ങൾക്ക് OMR പെൻ ആൻഡ് പേപ്പർ ആണ്. ഇനി സെന്റേഴ്സ് ഞാൻ കഴിഞ്ഞതിൽ PPT പറയാൻ വിട്ടുപോയി. നിങ്ങൾക്ക് ഉള്ള അവൈലബിൾ ആയിട്ടുള്ള 3 സെന്റേഴ്സ് ട്രിവാൻഡ്രം, എറണാകുളം, കോഴിക്കോട്. ഇല്ല, 3 ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി നിങ്ങൾക്ക് എഴുതിയേ പറ്റും. ഒന്നുകിൽ ട്രിവാൻഡ്രം, അല്ലെങ്കിൽ എറണാകുളം, അല്ലെങ്കിൽ കോഴിക്കോട്. ഇല്ല, ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി നിങ്ങൾ റിട്ടേൺ ആയിട്ട് എക്സാം എഴുതിയേ പറ്റും. OMR ഷീറ്റ് 120 മാർക്കിലാണ്. ഈ 120 ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിനാണ്. 50 മാർക്കിനാണ് കമ്പ്യൂട്ടർ. ഡീറ്റെയിൽ സിലബസ് വരുന്നുണ്ട്. 50 മാർക്കിനാണ് കമ്പ്യൂട്ടർ. മാത്സ് 25 മാർക്ക്. മാത്സ് ആൻഡ് സ്റ്റാറ്റ് ചേർത്ത് 25 മാർക്കാണ്. ഇത് +2 ലെവൽ ടോപ്പിക്സ് ആണ്. നമ്മളെ നിംസെറ്റ് ഒക്കെ എടുത്താലും കുറച്ചുകൂടെ ഹയർ ലെവൽ ടോപ്പിക്. ക്യുസാറ്റ് എടുത്താൽ ഡിഗ്രി ലെവൽ മാത്സ് ആണ് ചോദിക്കുന്നത്. പക്ഷെ ഇവിടെ +2 ലെവൽ ടോപ്പിക്സ് ആണ് നമുക്ക് ചോദിക്കുന്നത്. +2 നിങ്ങൾ പഠിച്ചിട്ടുള്ള സെറ്റ്, റിലേഷൻസ്, ട്രിഗ്നോമെട്രി, ആൾജിബ്രയാണ് നിങ്ങൾ കൂടുതൽ വരുന്നത്. അപ്പൊ ആൾജിബ്ര അങ്ങനെ സാധനങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പൊ ഭയങ്കര ടഫ് അല്ല. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് ആ ഒരു പ്രോബ്ലംസ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് ഇതൊന്ന് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് QA ആണ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. അത് ഗ്രാജുവേറ്റ് ലെവൽ, നമ്മൾ PSC-ലൊക്കെ ചോദിക്കുന്ന ലെവൽ. ഒരുപാട് ടഫ് അല്ല, ബട്ട് മീഡിയം ലെവൽ ടഫ്നെസ് ആണ്. പിന്നെ ഇംഗ്ലീഷ് കാണും 15 മാർക്കിന്. കറണ്ട് അഫയേഴ്സ് 5 മാർക്ക്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോച്ചിങ്ങിൽ ഇതിലെ എല്ലാ കാര്യങ്ങളും കവർ ചെയ്യും. കമ്പ്യൂട്ടർ സയൻസ് ആയാലും, മാത്സ് ആയാലും, QA ആയാലും, ഈവൻ ഇംഗ്ലീഷ് വരെ നമ്മൾ കവർ ചെയ്യും. കേട്ടില്ല?
സ്ലൈഡ് ഇപ്പോഴാണ് ചേഞ്ച് ആയത് തോന്നുന്നു. സ്ലൈഡ് ചേഞ്ച് ആയിട്ടില്ലായിരുന്നോ? ഇല്ലായിരുന്നു. ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണ്? സ്ലൈഡ് ചേഞ്ച് ആയിട്ടില്ലായിരുന്നോ? ചേഞ്ച് ആയിട്ടില്ലായിരുന്നു സാർ. ഇപ്പൊ ഓക്കെയാണ്. സോറി. അപ്പൊ ഞാൻ എക്സാം പാറ്റേൺ 2023 ഓക്കെ ഞാൻ എഴുതിയതൊക്കെ ഒന്നും നിങ്ങൾ കണ്ടില്ലായിരിക്കും. നിങ്ങൾ പറഞ്ഞാൽ ക്ലിയർ ആണോ? ഞാനത് അറിഞ്ഞില്ല. നിങ്ങൾ ആരെങ്കിലും പറയാതെ എനിക്ക് അറിയാൻ പറ്റില്ല കേട്ടോ. ഞാനല്ലേ ഫുൾ സ്ക്രീൻ പ്രസന്റ് ചെയ്യാം. ഓക്കെ, ഒരു മിനിറ്റ്. അതാണ് ഞാൻ പറയാം, നിങ്ങളത് റിപ്ലൈ ചെയ്തില്ലെങ്കിൽ എനിക്ക് ഒരു ഐഡിയയും കാണില്ല. ഞാൻ ഒരു സ്ക്രീൻ നോക്കിയില്ലേ സംസാരിക്കുന്നത്. ഇപ്പൊ ഫുൾ കാണാമല്ലോ നിങ്ങൾക്ക്? കണ്ടൂടെ? സ്ലൈഡ് മാറുന്ന കാണാമോ? ഓക്കെയാണ്. ഓക്കെ. ഇതിൽ ഏതെങ്കിലും ഒന്നുകൂടെ പറയാനുണ്ടെങ്കിൽ പറയൂ. എനിക്ക് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷനും എലിജിബിലിറ്റിയും ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഈ സ്ലൈഡ് വെച്ചിട്ടുള്ളതായിരുന്നു. കോളേജുകൾ, പിന്നെ എലിജിബിലിറ്റി, ഈ സ്ലൈഡ് ഞാൻ ഷെയർ ചെയ്യാം. ആപ്ലിക്കേഷന്റെ സൈറ്റ്, എക്സ്പെക്ടഡ് ഡേറ്റുകൾ എല്ലാം ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ അവിടെ എക്സാം പാറ്റേണുകൾ ബാക്കി പറയാം. എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ ഓക്കെ ആണെന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ? ബാക്കി പറയാമോ? ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് പറയാം. എനിക്ക് ഇത് കാണാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഇത് ഓക്കെ. ഇപ്പൊ വിസിബിൾ ആണല്ലോ? ഞാൻ സ്ലൈഡ് മാറ്റുമെന്ന് കാണാമല്ലോ? എക്സാം പാറ്റേൺ സിലബസ് സിലബസിലാണ്. ഓക്കെ, സിലബസ് നിങ്ങൾ സയൻസ് സ്ലൈഡ് എടുത്തോളൂ. ഞാൻ വേണമെങ്കിൽ ചാറ്റ് നോക്കാം. ഓക്കെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കണമെന്നെങ്കിൽ ചാറ്റിൽ ചോദിച്ചാലും മതി. അത് മൈക്ക് ഓണൊക്കെ ഞാൻ പറയാം. ഓക്കെ. സ്ലൈഡ് മാറുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, മാറുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നത്, നമുക്ക് മെയിൻ പോർഷൻസ് വരുന്നത് കമ്പ്യൂട്ടർ എന്നാണ്. 50 മാർക്കിനാണ് വരുന്നത്. പിന്നെ 25 മാർക്കിന് മാത്സ് കാണും. അത് +2 ലെവൽ ടോപ്പിക്സ് ആണ്. ക്യുസാറ്റിലൊക്കെ ആണെങ്കിൽ ഡിഗ്രി ലെവൽ ടോപ്പിക് ആണ്. നിംസെല്ലിൽ ഏകദേശം അതേപോലെയാണ്. QA ഡിഗ്രി ലെവലാണ്. ഒരു PSC ലെവലിലൊക്കെ ചോദിക്കുന്ന ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇംഗ്ലീഷ് നമുക്ക് വരുന്നത് 15 മാർക്കിനാണ്. ഇത്രയും കാര്യങ്ങളും, ഈ ഫുൾ കാര്യങ്ങളും നിങ്ങൾ ഈ കോച്ചിങ്, നമ്മൾ ഇവിടുത്തെ കോച്ചിങ്ങിൽ ഫുള്ളും കവർ ചെയ്യുന്നതാണ്. ഇതാണ് നിങ്ങളുടെ മെയിൻ 120 മാർക്കിൽ 50, 25, 25, 15. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും 50 മാർക്ക് കമ്പ്യൂട്ടറിനാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് കമ്പ്യൂട്ടറിനാണ്. ലോജിക്കലി ആലോചിച്ച് നോക്കിയാൽ വെയിറ്റേജ് വരുന്നത് കമ്പ്യൂട്ടറാണ്. കാരണം അതൊരു MCA എൻട്രൻസ് ആണ്. അപ്പൊ വെയിറ്റേജ് എപ്പോഴും എന്തിലായിരിക്കും? കമ്പ്യൂട്ടറിനായിരിക്കും. ഇനി സിലബസ് കാണാമല്ലോ നിങ്ങൾക്ക്? CS സിലബസ് ആണ്. കാണാമല്ലോ അല്ലേ? കാണാം. കേട്ടില്ല? കാണാമല്ലോ? ഓക്കെ. അപ്പൊ എല്ലാം ക്ലിയർ ആയിട്ട് കാണാമായിരിക്കും. കമ്പ്യൂട്ടർ സയൻസിൽ നിങ്ങൾ ഡിഗ്രി പഠിച്ചതിന്റെ വളരെ ചെറിയൊരു ഫ്രാക്ഷൻ മാത്രമേ സിലബസിലുള്ളൂ. വളരെ ചെറിയ ഫ്രാക്ഷൻ എന്ന് വെച്ചാൽ നിങ്ങളൊരു ഫസ്റ്റ് സെമ്മിലൊക്കെ, ഇപ്പം ഡിഗ്രിക്കാരാണെങ്കിൽ അവർക്ക് അറിയായിരിക്കും, ഫസ്റ്റ് സെമ്മിൽ പഠിച്ചൊരു സാധനത്തിന്റെ വളരെ ഫണ്ടമെന്റൽസ് ആയിട്ടുള്ള കാര്യമല്ലോ. അപ്പൊ ഏത് നോൺ CS കാർക്കായാലും CS കാർക്കായാലും സുഖമായിട്ട് ഇത് എഴുതാൻ പറ്റും. പ്രോപ്പർ ഐഡിയ ഉണ്ടെങ്കിൽ, ഈ ഓരോ ടോപ്പിക്കുകൾ എന്ത് മീൻ ചെയ്യുന്നതെന്ന് ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ക്ലിയർ ചെയ്യാൻ പറ്റും. ആദ്യം വരുന്നത് പ്രോബ്ലം സോൾവിംഗ് വിത്ത് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്. ഇതിലൊരു ലാംഗ്വേജ് സ്പെസിഫൈ ആയിട്ടില്ല. ലാസ്റ്റ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻസിലും ലാംഗ്വേജുകൾ സ്പെസിഫൈ ആയിട്ടില്ല. ബേസിക് ആയിട്ട് പിന്നെ ഡിജിറ്റൽ ഫണ്ടമെന്റ്സ്, അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് ഘടകമുണ്ട്. ഇത്രയാണ് ഡിജിറ്റൽ ഫണ്ടമെന്റ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ ഡിഗ്രിയിൽ ഡിജിറ്റൽ ഫണ്ടമെന്റ്സ് അതിൽ വളരെ ചെറിയൊരു ആക്ഷൻ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാവും? എക്സാം ചോദിക്കുന്നുള്ളൂ. പക്ഷെ അതൊരു കോമ്പറ്റേറ്റീവ് പോയിന്റ് ഓഫ് വ്യൂയിലാണ് ക്വസ്റ്റ്യൻ. അല്ല നിങ്ങൾ ഡിഗ്രിയിലെ നിങ്ങൾ ഓരോ പ്രോബ്ലംസ് എടുത്ത് ടൈം എടുത്ത് ചെയ്യുന്ന പോലെ നമുക്ക് ഇവിടെ ടൈം കാണില്ല. കാരണം ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ 120 മാർക്കിന് 120 മിനിറ്റ് ആണ്. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾക്ക് 1 മിനിറ്റ് മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ ഒരു മിനിറ്റ് കൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുള്ളതിലാണ് അടുത്തൊരു പോയിന്റ്. അപ്പൊ നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും അത്രത്തോളം നമ്മൾ ഇതിൽ പെർഫെക്റ്റ് ആവും. ഇനി കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ഉണ്ട്. ഇത് പറഞ്ഞവർക്ക് ഇത് പറയുമ്പോൾ ഒരു ഇഷ്ടമായിരിക്കും. ഈ ഒരു ടോപ്പിക്കുകളൊക്കെ നിങ്ങൾക്ക് ഇതിലാണ്, സിലബസിൽ തന്നെയാണ്. ഈ ഒരു പോർഷൻസ് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ, ഇൻപുട്ട് ഔട്ട് ഡിവൈസ്, മെമ്മറി ഓർഗനൈസേഷൻ, ബാക്കപ്പ് ഡിവൈസുകൾ എല്ലാം എന്താണ്? വളരെ ഫണ്ടമെന്റൽസ് ആയിട്ടുള്ള. ഇതിന്റെ അകത്ത് എല്ലാവരും വിട്ടുപോകുന്ന ഒരു സാധനം ഡേറ്റാബേസ് ഫണ്ടമെന്റൽസ്. ഇതും വളരെ ബേസിക് ആയിട്ടുള്ള നോർമലൈസേഷന്റെ വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ലാസ്റ്റ് ഇയർ ചോദിച്ചത്. ലാസ്റ്റ് ഇയർ CS നല്ല എളുപ്പമായിരുന്നു ക്വസ്റ്റ്യൻ. ഈ ഇയർ എളുപ്പമാണോ നിർബന്ധമില്ല. നമ്മൾ CS പാടാമെന്ന് വിചാരിക്കുമ്പോൾ CS എളുപ്പമായിരിക്കും. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ, മാത്സിനും ഡീറ്റെയിൽഡ് സിലബസ് ഉണ്ട്. ഇതാണ് മാത്സിന്റെ സിലബസ്. ലാസ്റ്റ് ഇയറിൽ വന്ന മാത്സിന്റെ സിലബസ് ആണ് ഈ കാണുന്നത്. ഇല്ല നമുക്ക് +2 പഠിച്ച എല്ലാ ടോപ്പിക്കുകളും ഇല്ല. അതിന്റെ 2 ഇയർ
മുമ്പ് +2 ടോപ്പിക്സ് എന്ന് മാത്രം എല്ലാ ടോപ്പിക്സിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പൊ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് സിലബസ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഉണ്ടാവും, ആ ഡീറ്റെയിൽ സിലബസ് ആകുന്നു. അതേപോലെ കോണിൻ ജോമെട്രിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതിന്റെ ഡീറ്റെയിൽ സിലബസ് ആക്കുന്നു. ഇത് നിങ്ങൾ ഫസ്റ്റ് പഠിയാണ്. അതിൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം ആവശ്യത്തിന് ഒരു മീഡിയം ലെവൽ ടഫ്നെസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ആക്ച്വലി വരാനുള്ളത്. കഴിഞ്ഞ വർഷം മാത്സ് കുറച്ച് ടഫായിരുന്നു, മാത്സ് അല്ല QA കുറച്ച് ടഫായിരുന്നു. ട്രിഗ്നോമെട്രി ഉണ്ട്, ട്രിഗ്നോമെട്രിയും ഭയങ്കര ഹയർ ആയിട്ടൊന്നുമില്ല, ഒരു വിധം മീഡിയം ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ടോപ്പിക്കുകളാണ് ഇതിലുള്ളത്. പിന്നെ പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നും പറഞ്ഞിട്ടില്ല, ബേസിക് കോൺസെപ്റ്റ് പ്രോബബിലിറ്റി തിയറി എന്ന് മാത്രമേ പറയേണ്ടുള്ളൂ. എന്തുകൊണ്ടോ ചോദിക്കാം, ബേസിക് ആയിട്ടുള്ള കാര്യമാണെന്നാണ് അവിടെ മീൻ ചെയ്യുന്നത്. പിന്നെ മെൻസുറേഷൻ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് മാത്സിൽ ചോദിക്കുന്നത്. ഇത്രയും പോർഷനാണ് ബേസിക്കലി മാത്സിൽ ലാസ്റ്റ് ഇയർ എന്ന സിലബസ് വഴി വരുന്നത്. ഇനി നമ്മുടെ QAയും ലോജിക്കലും സിലബസ് തന്നിട്ടേ ഇല്ല. സിലബസ് ഒന്നും ഡീറ്റെയിൽ സിലബസ് ഒന്നുമില്ല. കാരണം ഡീറ്റെയിൽ സിലബസ് അവൈലബിൾ ആയിട്ടുള്ളത് കമ്പ്യൂട്ടർ സയൻസിനും മാത്സിനും മാത്രമേ ഉള്ളൂ. QAയ്ക്കും ഇംഗ്ലീഷിനും ഒന്നും ഡീറ്റെയിൽഡ് സിലബസ്, ജസ്റ്റ് ഗ്രാജുവേറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത് നമ്മുടെ ടൈം, ഡിസ്റ്റൻസ്, സിലോജിസം, ഡയറക്ഷൻ, ബ്ലഡ് റിലേഷൻ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് യൂഷ്വലി വരുന്നത്. നമ്മുടെ ടൈം, സ്പീഡ്, ഡിസ്റ്റൻസ്, ടൈം വർക്ക്, ഇങ്ങനത്തെ PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഹലോ, വോയിസ് ബ്രേക്ക് ഹൈ ആയിട്ട് ചോദിക്കില്ല, മീഡിയം ലെവലിലെ ക്വസ്റ്റ്യൻസ് ആണ് ലാസ്റ്റ് ഇയറും ചോദിച്ചിട്ടുണ്ട്, മുമ്പിലത്തെ വർഷം ചോദിച്ചു. ഇനി ഇംഗ്ലീഷും ഹയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല, ഇടക്ക് ബ്രേക്ക് ആവുന്നുണ്ട്, ഇടക്ക് റെഡി ആവുന്നുണ്ട്. ഇപ്പൊ ഓക്കെ ആണോ? ബ്രേക്ക് ആണോ? ഇഷ്യൂ ഉണ്ടോ? ഓക്കെ ആണോ? ഓക്കെ, പറയാം. ഇനി ഇത് 2023 സിലബസാ. CS-ന്റെ മാത്സും പറഞ്ഞായിരുന്നു ഞാൻ ആദ്യം ഓൾറെഡി പറഞ്ഞതുപോലെ. നമുക്ക് ഇതില്ല, ഇതിന് ഡീറ്റെയിൽഡ് സിലബസ് ഇല്ല. ഏതിന്? നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് ഡീറ്റെയിൽഡ് സിലബസ് ഇല്ല, ഇംഗ്ലീഷിനും ഡീറ്റെയിൽഡ് സിലബസ് ഇല്ല. അപ്പൊ അതിന്റെ ടോപ്പിക്സുകൾ നമുക്ക് ഏകദേശം അറിയാം. നമ്മൾ ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നമുക്ക് ഏതൊക്കെ ടോപ്പിക്കുകളിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുമെന്ന് ഒരു ക്ലിയർ ഐഡിയ കിട്ടും. ആ ടോപ്പിക്കുകൾ മാത്രം പഠിച്ചാൽ മതി. അതിനെ യൂഷ്വലി ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പിന്നെ കറണ്ട് അഫയേഴ്സ് ഒരു 6 മാസം, ഒരു 3-6 മാസത്തിനിടയ്ക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ് യൂഷ്വലി ചോദിക്കാറുള്ളത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് ചോദിക്കാറുള്ളത്. 5 മാർക്കാണ്. ഇനി നമുക്ക് 2022 സിലബസ് എടുത്ത് കഴിഞ്ഞാൽ കുറച്ച് വലുതാണ് കമ്പ്യൂട്ടർ സയൻസ്. ഇത്രയും ടോപ്പിക്കുകൾ അതിൽ കവർ ചെയ്യാനായിരുന്നു. അതൊക്കെ അവരുടെ കട്ട് ചെയ്ത് കളഞ്ഞു. കാരണം നോൺ കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിന് പഠിക്കാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നുന്നുണ്ടായിരിക്കാം. ഇതെല്ലാം എടുത്ത് കളഞ്ഞു. ഇത് കളഞ്ഞു, ഡേറ്റാ സ്ട്രക്ചർ കളഞ്ഞു, OS കളഞ്ഞു. ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ടൈം എടുക്കുന്നത് പഠിക്കാൻ. അപ്പം ഈ ഒരു പോർഷനും ഡേറ്റാബേസും മാത്രമേ പുതിയ സിലബസിലുള്ളൂ. ബാക്കി അതിലും ഇതൊന്നും ഇല്ല. ഫ്ലിപ്പ് ഫ്ലോപ്പ്, സീക്വൻഷ്യൽ ലോജിക് ഒന്നും ഇല്ല. എന്ന് വെച്ചാൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ ഷോർട്ടാക്കി മാറ്റി സിലബസ്. കണ്ട, കമ്പ്യൂട്ടർ സയൻസിന്റെ സിലബസ് എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ടാക്കി മാറ്റി. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ലെവലിലേക്ക് കട്ട് ചെയ്തിട്ടുണ്ട് സിലബസ്. ഈ മാർക്കിംഗ് സ്കീം ഞാൻ ഒന്ന് ഡിസ്കാർഡ് ചെയ്യണേ. മാർക്കിംഗ് സ്കീം ഞാൻ ഓൾറെഡി പറഞ്ഞു, നെഗറ്റീവ് മാർക്ക് ഇല്ല. ഓരോ കറക്റ്റ് ക്വസ്റ്റ്യനും ഓരോ മാർക്ക് ചെയ്തതാണ്. എന്നിട്ട് നിങ്ങളിപ്പം 2 പേർക്ക് ഞാൻ കാണിച്ചു തരാം, അതിന്റെ എക്സാമ്പിൾ എടുത്ത് കാണിച്ചു തരാം. 2 പേർക്ക് സെയിം മാർക്ക് ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഒരാൾക്ക് 50 മാർക്ക് ഉണ്ടെന്ന് വിചാരിച്ചു, 2 പേർക്ക് 50 മാർക്ക് ഉണ്ട്. മാർക്ക് വെച്ചാൽ റാങ്ക് 120 50 മാർക്ക് ഉണ്ടെങ്കിൽ, 2 പേർക്ക് സെയിം മാർക്ക് ഉണ്ടെങ്കിൽ ആർക്കാണോ കമ്പ്യൂട്ടർ സയൻസിന് മാർക്ക് ഉള്ളൂ, ഒരാൾക്ക് കമ്പ്യൂട്ടർ സയൻസ് ഒരു 20 മാർക്ക് ഉണ്ടെന്ന് വിചാരിച്ചു, മറ്റേ ആൾക്ക് 18 ആണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിന്റെ മാർക്ക് കൂടുതലുള്ള ആൾക്കായിരിക്കും എന്ത് റാങ്ക് എത്ര? 15ക്ക് 15ാമത്തെ റാങ്ക്, 15ാമത്തെ റാങ്ക് അയാൾക്കും 16ാമത്തെ റാങ്ക് ഇയാൾക്കും ആയിരിക്കും. ഈ കമ്പ്യൂട്ടർ സയൻസ് സെയിം ആണെങ്കിൽ നെക്സ്റ്റ് മാത്സ് എടുക്കും. മാത്സിൽ ആർക്കാണോ ഹയർ മാർക്ക് അയാൾക്കായിരിക്കും ടോപ്പ് റാങ്ക്. അത് കഴിഞ്ഞും സെയിം ആണെങ്കിൽ QA, അങ്ങനെ അങ്ങ് പോകും. അപ്പൊ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കമ്പ്യൂട്ടറിനെ മനസ്സിലായി കാണും. കമ്പ്യൂട്ടർ സയൻസ് 50 മാർക്കാണ്. 50 മാർക്കിൽ കൂടുതൽ മാർക്ക് മേടിക്കുന്നവന് റാങ്ക്. എന്തുകൊണ്ടാണ് ഞാൻ ഡിഫറൻസ് ഇപ്പൊ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഒരു PDF എടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇനി എന്തുകൊണ്ട്, ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പാർട്ടാണ്, നിങ്ങൾ LPS എൻട്രൻസ് ഒരു 3000 4000 പേരോളം എഴുതും. അത് നിങ്ങൾ എയിം ചെയ്യുന്ന എന്താണ്? ഒരു എയ്ഡഡ് അല്ലെങ്കിൽ ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകൾ നിങ്ങൾ എയിം ചെയ്യണം. എന്തുകൊണ്ട്? സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഫസ്റ്റ് കാര്യം പ്ലേസ്മെന്റ് ആണ്. ഒരു ഗവൺമെന്റ് എയ്ഡഡ് കോളേജിൽ വരുന്ന പ്ലേസ്മെന്റുകൾ ഒരിക്കലും പ്രൈവറ്റ് കോളേജുകളിൽ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഏറ്റവും ടോപ്പ് കോളേജുകൾ ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളായിരിക്കും. അവിടെ കയറാൻ നിങ്ങൾക്ക് ഹൈ പ്ലേസ്മെന്റ് കിട്ടും. ഹൈ പ്ലേസ്മെന്റ് മാത്രമല്ല, നിങ്ങൾക്ക്
ഫീസ് ഒരു പ്രൈവറ്റ് കോളേജിൽ കൊടുക്കുന്ന ഫീസിന്റെ ഞാൻ ഫീസിന്റെ ചാർട്ട് കാണിച്ചു തരാം. ഒരു പ്രൈവറ്റ് കോളേജിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 4 സെംസ് കഴിയുമ്പോൾ ഇത്രയും എമൗണ്ട് ആണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്നത്. ശരി, ഗവൺമെന്റ് എയ്ഡഡ് കോളേജ് ആണെങ്കിൽ ചെറിയ വ്യത്യാസം വരും, ഇത്രയും എമൗണ്ടേ ഉള്ളൂ, പകുതി പോലും അല്ല, അതിനെക്കാട്ടിയും കുറവാണ്. അത്രയും വളരെ കുറച്ച് എമൗണ്ടിൽ നിങ്ങൾക്ക് എന്തി പഠിച്ചു പോകാം ഒരു ഗവൺമെന്റ് എയ്ഡഡ് കോളേജിൽ. സെൽഫ് ഫിനാൻസിങ് കോളേജ് ആണെങ്കിൽ നിങ്ങൾ ഇത്രയും എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകാം. നിങ്ങൾക്ക് ഒരു വലിയ എമൗണ്ട് സെമ്മിൽ നിങ്ങൾ കൊടുക്കേണ്ട പൈസയും ലാസ്റ്റ് അഗ്രിഗേറ്റ് വരുന്ന പൈസയും ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ ഫീസ് സ്ട്രക്ചർ കൊണ്ടേ മനസ്സിലാവും ഗവൺമെന്റ് എയ്ഡഡ് കോളേജിൽ കയറാൻ എനിക്ക് ഫീസ് റിഡക്ഷൻ എന്തായാലും ഉണ്ടായിരിക്കും. നെക്സ്റ്റ്, പ്ലേസ്മെന്റ്. ടോപ്പ് പ്ലേസ്മെന്റ്സ് എപ്പോഴും ഗവൺമെന്റ് എയ്ഡഡ് കോളേജിലായിരിക്കും. ഫസ്റ്റ് ഒരു കമ്പനി ആണെങ്കിൽ ആ കമ്പനി ആദ്യം പറയുന്ന ഒരു ഗവൺമെന്റ് എയ്ഡഡ് കോളേജ്, കാരണം ടോപ്പ് LBS തന്നെ ടോപ്പ് ഉള്ളവരായിരിക്കും എപ്പോഴും ഇവിടെ പോകുന്നത് എയ്ഡഡ് കോളേജുകളിൽ. പിന്നെ അവിടെ നടത്തുന്ന പ്രോഗ്രാംസ്, ഇപ്പൊ സിനിമയോട് പറഞ്ഞാൽ സിയിലെ പ്രോഗ്രാംസ്, ധ്വനി, ദൃശ്യം, അങ്ങനെ വലിയ പ്രോഗ്രാംസ് ആണ് കണക്ട് ചെയ്യുന്നത്. അപ്പൊ ആ പ്രോഗ്രാംസ്, അതിന്റെ കേസുകൾ, അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാം ഒരു ഗവൺമെന്റ് എയ്ഡഡ് കോളേജ് കയറാൻ. ഇത്രയും പറയുമ്പോൾ അതിന് അത്രത്തോളം ടഫ് കോമ്പറ്റീഷൻ ഉണ്ട്. സിമ്പിൾ ആയിട്ടും കയറാൻ കഴിയില്ല. കാണിച്ചു തരാം. ഇത് റാലിസ്. റാലിസിൽ 2022 ആണ്, 23 എടുത്തിട്ടുണ്ട്. 22 സീറ്റ് ജനറലാണ് ഞാൻ എഴുതിക്കുന്ന എല്ലാം ജനറൽ. എല്ലാവരും കാണാമല്ലേ ഈ താഴെ എഴുതിക്കുന്ന കാര്യങ്ങൾ? കാണാം. താഴെ എഴുതി കാണാമല്ലോ അല്ലേ? താഴെ എഴുതിയിരിക്കുന്നത് കാണാമോ? കാണാം സർ. ഓക്കെ, ഫൈൻ. ഓക്കെ, ഇതാണ് നമ്മളെ 2022 റാങ്ക് ലിസ്റ്റില് ഓരോ കോളേജിലെ ലാസ്റ്റ് അഡ്മിറ്റ് ആയിട്ടുള്ള ജനറൽക്കാരന്റെ റാങ്ക്. സീറ്റിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ 2022 നിങ്ങൾക്ക് 58 റാങ്കിനകത്ത് മേടിച്ചാൽ മതി. ജനറൽ ആണെങ്കിൽ 58ാമത്തെ റാങ്കുകാരന് ഇവിടെ കിട്ടി, സീറ്റ് അഡ്മിഷൻ കിട്ടി. TKMലാണെങ്കിൽ അത് 196, GECലാണെങ്കിൽ അത് 92, RIT 260, MA. ഈ കോളേജുകൾ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ലാസ്റ്റ് ട്രയലാണ് ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് ഈ LBSൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട 3 ഗവൺമെന്റ് കോളേജുകളും 2 എയ്ഡഡ് കോളേജുകളുള്ള 3 ഗവൺമെന്റ് കോളേജ്, 2 എയ്ഡഡ് കോളേജ്. ഇതില് TKM എയ്ഡഡ് ആണ്, അവര് ആണെന്നാണ് ലേറ്റസ്റ്റ് അറിഞ്ഞ ഇൻഫർമേഷൻ. എൻട്രൻസ് എടുക്കുന്നത് അവർ ഓട്ടോണമസ് ആയ 3 ഗവൺമെന്റ് കോളേജുകളും 2 എയ്ഡഡ് കോളേജുകളുള്ള 3 ഗവൺമെന്റ് കോളേജിൽ ഒന്ന് CET, ഒന്ന് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ്, ഒന്ന് കോട്ടയം രാജീവ് ഗാന്ധി RIT ഇൻസ്റ്റിറ്റ്യൂട്ട്. 3 കോളേജുകളാണ്. ഇതിൽ 3ലും 2 മാത്രമേ 60 സീറ്റ് ഉള്ളൂ, 1 30. അപ്പൊ 150 സീറ്റാണ് മൊത്തം നിങ്ങൾക്ക് ഉള്ളത് ഇത് ഗവൺമെന്റ് എയ്ഡഡ് കോളേജിൽ. ഇതിൽ റിസർവേഷൻ വരും. ജനറൽ ആൾക്കുള്ള സീറ്റ് നിങ്ങൾക്ക് ആ റിസർവേഷൻസ് വരെ അറിയുമ്പോൾ ഒരു ഐഡിയ കിട്ടുമായിരിക്കും. ഇനി എയ്ഡഡ് കോളേജിലാണെങ്കിൽ 40 സീറ്റ് ഉണ്ടെങ്കിലും അതിൽ 34 എണ്ണം മാത്രമേ LBS വഴി എടുക്കുകയുള്ളൂ, ബാക്കി മാനേജ്മെന്റ് ആണ്. 26 ഇവിടെയും RTCസിലും 34ഉം 26ഉം കൂടെ നിങ്ങൾക്ക് എവിടെ ഉള്ളൂ എയ്ഡഡ് കോളേജുകൾ. ഒന്നുകിൽ നിങ്ങൾ ഗവൺമെന്റ് കോളേജ് അല്ലെങ്കിൽ എയ്ഡഡ് കോളേജ്. പ്രൈവറ്റ് കോളേജുകളുടെ ലിസ്റ്റ് ആണെങ്കിൽ 47 കോളേജുകളുണ്ട്. അതിൽ ഏത് വേണോ കയറാൻ നിങ്ങൾ LBS ജസ്റ്റ് എഴുതിയാലും മതിയായിരിക്കും. ഈ കോളേജുകളിൽ കയറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലോണം വർക്ക് ചെയ്താലേ നിങ്ങൾക്ക് കയറാൻ പറ്റുള്ളൂ. അത്രയും കോമ്പറ്റീഷൻ ഉണ്ട്. ഇത്രയും സീറ്റുകളാണ്, 150 സീറ്റ് എവിടെ ഉള്ളൂ ഗവൺമെന്റ് കോളേജുകളിൽ. അതിൽ ഒരു 50% സീറ്റ് മാർക്ക് ആർക്കുള്ളൂ? ജനറൽ ഉള്ളൂ, ബാക്കി റിസർവേഷൻ ആണ്. ഒരു 75 സീറ്റേ കാണുള്ളൂ. അപ്പൊ ഒരു 75-നകത്തൊക്കെ വന്നാൽ നിങ്ങൾക്ക് ഈ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് കോളേജിൽ, അല്ല നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് ഇപ്പൊ CET ആണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ അതിന്റെ റാങ്ക് നല്ല കോമ്പറ്റീഷൻ കാണും. കാണിച്ചു തരാം. ഇനി ഈ കോളേജുകൾ ഐഡിയ കിട്ടി കാണുമല്ലോ. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തിരുവനന്തപുരം, തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ്, RIT, പിന്നെ TKM, RTCS. ഇനി 2022 റാങ്ക് ലിസ്റ്റുകൾ കണ്ട. സീറ്റ് നിങ്ങൾക്ക് കയറണമെങ്കിൽ 58ാമത്തെ റാങ്കിനകത്ത് വരണം. TKM 196, GEC 92, RIT 260, RTCS 201. ഇത്തരം റാങ്കിനകത്ത് വന്നാൽ നിങ്ങൾക്ക് എവിടെ കയറാൻ പറ്റും? ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിൽ കയറാൻ പറ്റും. ഈ കോളേജുകളുടെ ആ റാങ്ക് ലിസ്റ്റിൽ ആ ലാസ്റ്റ് ജനറൽ അഡ്മിറ്റ് ആയിട്ടുള്ള റാങ്കാണ് എഴുതിയിരിക്കുന്നത്, ഫിൽട്ടർ ചെയ്തെടുത്തതാണ്. ഇനി ഈ 2021 അപ്പൊ ആ കണക്ക് മാറി. 58 എന്ന് പറഞ്ഞാൽ എത്രയായി? 49. അപ്പൊ 49ാമത്തെ റാങ്ക് ഉള്ള ഒരാൾക്കേ കിട്ടുള്ളൂ. 58 റാങ്ക് 2023 മേടിച്ചിട്ട് കാര്യമില്ല. കാരണം എന്താണ്? 49ാമത്തെ റാങ്ക് ആയപ്പോൾ ക്ലോസ് ആയി ജനറലിന്റെ സീറ്റ്. അപ്പൊ ആ കോമ്പറ്റീഷൻ മാറുന്ന ലെവലിൽ മാറുക. സീറ്റ് ഒരുപാട് പേര് ഓപ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് എന്ത് ചെയ്ത് ആ 58 മാറി എന്തായത് 49 മാറിയത്. അപ്പൊ 50ാമത്തെ റാങ്ക് കിട്ടിയവനും ജനറൽ ആണെങ്കിൽ അവന് കിട്ടില്ല, സീറ്റ് കിട്ടില്ല. ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ ബാക്കി കോളേജുകളുടെ ആ ഒരു സ്റ്റാറ്റ് നോക്കിയിരുന്ന നിങ്ങൾക്ക് ഐഡിയ ഉണ്ട്. ഇനി റാങ്ക് ലിസ്റ്റ് കോമ്പറ്റീഷൻ ഫോർ സീറ്റ് ജസ്റ്റ് ഒന്ന് എടുത്തിട്ടാണ് കണ്ട. ആദ്യത്തെ 1, 2, 3, 6, 7, 11, 13, 17, 18, 19, 20 കണ്ട. എല്ലാം അടുപ്പിച്ചുള്ള റാങ്കുകളെല്ലാം സീറ്റിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്, ടോപ്പ് റാങ്കുകളെല്ലാം. അത്രയ്ക്ക് കോമ്പറ്റീഷൻ ഉണ്ട്. ഇതില് മിഷേൽ നമ്മളോട് പഠിച്ചതാണ്, ശ്രീലക്ഷ്മി, എനിക്ക് എല്ലാവരും പേര് ഓർമ്മയില്ല,
സുനീബ് അവിടെ പഠിച്ചതാണ്, ഫാത്തിമ, ഡാൽവിൻ, ഏകദേശം 23 പേര്. സീറ്റിൽ മൊത്തം 60 സീറ്റാണ്, അതിൽ 23 പേര് ഇവിടെ നിന്ന് പഠിച്ചവരാണ്. 23 പേര് സീറ്റിൽ പഠിക്കുന്നവർ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചവരാണ്. ഓക്കെ, ലാസ്റ്റ് ഇയർ. ഇനി നമ്മുടെ കോച്ചിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ബേസിക്കലി ഫോക്കസ് ചെയ്യുന്ന ടെസ്റ്റ് ആണ്. ലാസ്റ്റ് ഇയർ നമ്മൾ അങ്ങനെയാണ് ചെയ്തത്. നമ്മൾ ക്ലാസ്സുകൾ പഠിപ്പിക്കും, PPT ഷെയർ ചെയ്യും, എല്ലാ ടോപ്പിക്ക് കഴിയുമ്പോഴും എല്ലാ ടോപ്പിക്ക് ബേസ് ചെയ്ത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ തീർന്നു അല്ലെങ്കിൽ ഒരു പോർഷൻ ഒരു ഫാക്കൽറ്റി പറയുന്നു ഈ ഒരു ടോപ്പിക്ക് ടെസ്റ്റ് നടത്തണം. ഓരോ ടോപ്പിക്കിലും നമ്മൾ ലൈവ് ടെസ്റ്റ് ആണ് നടത്തുന്നത്. നമുക്കൊരു ആപ്പ് ഉണ്ട്, ആപ്പ് വഴി എന്ത് ചെയ്യും, ടെസ്റ്റുകൾ നടത്തും. ഈ ടെസ്റ്റ് ആണ് ഏറ്റവും ഹൈലൈറ്റ്. കാരണം ടെസ്റ്റ് ചെയ്യുമ്പോഴേ നമ്മൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു, അത്രത്തോളം ടെക്സ്റ്റുമായിട്ട് യൂസ്ഡ് ആവുന്നു, അത്രത്തോളം നിങ്ങൾ എന്ത് ചെയ്യും, എക്സാം നിങ്ങൾക്ക് എക്സ് ചെയ്യും. പിന്നെ ഇതിനു വേണ്ടി നിങ്ങൾക്ക് ലൈവ് റെക്കോർഡ് സെഷൻ ആണ്. ഇപ്പൊ ഇതേപോലെ ഈ ക്ലാസ്സിൽ ലൈവാണ്, ഇതിന്റെ റെക്കോർഡ് എന്തായാലും ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഇനി ആപ്പ് ഒറ്റ ആൾക്ക് മാത്രമേ ആക്സസ് ഉള്ളൂ. ഒന്നിക്കുള്ള ആൾക്കാർ ആക്സസ് ചെയ്യുകയാണെങ്കിൽ ആപ്പ് ബ്ലോക്ക് ആവും. ഒരാൾ എടുത്തിട്ട് ഒന്നിക്കുള്ള ചെയ്യാൻ പറ്റും, ഒരാൾക്ക് എന്താ ബ്ലോക്ക് ആവും. അപ്പൊ രണ്ടുപേരും ബ്ലോക്ക് ആവും അങ്ങനെ ഷെയർ ചെയ്യുകയാണെങ്കിൽ. പിന്നെ ഓരോരുത്തർക്കും ഓരോ ടെസ്റ്റ് ചെയ്യുമ്പോഴും നിങ്ങൾ എത്രാമത്തെ പൊസിഷനിലാണ് നിൽക്കുന്നത്, ടോപ്പിൽ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞതിൽ ഇട്ടില്ലെന്ന് തോന്നിയാൽ നിങ്ങൾ റാങ്ക് എത്രയാണ്, ഇപ്പൊ ഒരു ടെസ്റ്റിൽ 60 ഉണ്ടെങ്കിൽ 60ൽ ഒരു 30ാമത്തെ റാങ്ക് ആണ്. അപ്പൊ അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് എത്രത്തോളം വർക്ക് ചെയ്യണം എന്നുള്ള ഐഡിയ കിട്ടും. ഈ ഒരു കോച്ചിങ് സെന്ററിൽ തന്നെ എത്രയും വേലിൽ ഞാൻ എത്രയാണ് എന്നൊരു ഐഡിയ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനനുസരിച്ച് വർക്ക് ചെയ്യാം. മെയിൻലി നമ്മൾ എല്ലാ ക്ലാസ്സുകളും ഒരു ടോപ്പിക് പഠിപ്പിച്ച് ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യും. അതാണ് എന്റെ മെയിൻ ഹൈലൈറ്റ്. പിന്നെ ടെസ്റ്റുകളോ ആണ് നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്. നമ്മൾ ഡിഗ്രി പഠിക്കുന്ന ഒരു ലെവൽ അല്ല ഇവിടെ പഠിക്കേണ്ടത്. ഡിഗ്രി നമ്മൾ ചുമ്മാ കുറെ നോട്ട് കാണാൻ പഠിച്ച് എക്സാമിന് പോയി എഴുതുകയാണ് ചെയ്യുന്നത്. അവിടെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. നമ്മൾ ജസ്റ്റ് മൊബൈൽ ആപ്ലിക്കേഷന്റെ ഒരു ഇന്റർഫേസ് അങ്ങനെ ഇതാണെന്ന് മാറ്റി ഒരു റിയൽ എക്സാം പോലെ ഫീൽ ചെയ്യും. വീഡിയോ എങ്ങനെയായിരുന്നു. ഇനി നമ്മുടെ കോച്ചിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ റിസൾട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലാസ്റ്റ് ഇയർ ഇത്രയും ടോപ്പ് 60 ആയിട്ടുള്ളൂ. ടോപ്പ് 60 ആണെങ്കിൽ അതിൽ 20 നമ്മൾ പഠിച്ചു വരാം. ടോപ്പ് 60 അത് ടോപ്പ് 10 2 പേര് നമ്മളോട് പഠിച്ചവരാണ്. അത് മാത്രമല്ല നമ്മൾ സ്റ്റാർട്ട് എടുത്തിട്ട് കറക്റ്റ് കിട്ടിയത് 47 പേര് ഗവൺമെന്റ് എയ്ഡഡ് കോളേജിൽ കയറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഗവൺമെന്റ് എയ്ഡഡ് കോളേജിൽ എത്ര പേർക്ക് പറ്റും, അല്ല 47 പേര് നമ്മുടെ ഇവിടെ നിന്ന് പഠിച്ചവരാണ്. CTയിൽ നമ്മൾ 23 പേര് പഠിക്കുന്നുണ്ട്. 60 പേര് CTയിലുള്ള അതിൽ 23. സോ ഏകദേശം പകുതിയോളം നമ്മളെ സ്റ്റുഡൻസ് ആണ്. ഇനി നമ്മുടെ ക്ലാസ്സുകൾ ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഫീസ് നമ്മൾ വരുന്നത് വളരെ ലോ ആയിട്ടുള്ള ഫീസാണ്. എന്റെ ഒരു അസംഷൻ വളരെ ലോ ആണ്. കാരണം നിങ്ങൾ എവിടെ പോയി കോച്ചിങ് അന്വേഷിച്ചാലും മിനിമം ഒരു 5000 എങ്കിലും കുറഞ്ഞത് ഒരു ഷോർട്ട് ടേം കോഴ്സിന് മേടിക്കും. MCA തന്നെ നിങ്ങൾ എൻട്രൻസിന്റെ അന്വേഷിക്കും. അതിന് വളരെ അഫോർഡബിൾ, ആരും ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ മാക്സിമം സ്റ്റുഡൻസിന് കയറാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു കോച്ചിങ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും ടെസ്റ്റുകളും എല്ലാം അവൈലബിൾ ആയിരിക്കും. ഇനി വേറൊരു കേസ് കൂടെ ഞാൻ പറയുകയാണ്. നമ്മൾ കമ്മ്യൂണിറ്റി KTMCA കമ്മ്യൂണിറ്റിയുടെ റെപ്രസെന്റേറ്റീവ് ഇവിടെ ഉണ്ടായിരിക്കും. നമ്മൾ KTMCA കമ്മ്യൂണിറ്റിയുമായിട്ട് കൊളാബറേറ്റ് ചെയ്താണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സെഷൻസ് നടത്തിയത്. അപ്പം നമ്മൾ ഈ ഒരു അതിന് KTMCA കമ്മ്യൂണിറ്റിയോട് നല്ലൊരു താങ്ക്സ് പറയുകയാണ്. അത് മാത്രമല്ല നമ്മളൊരു ടെസ്റ്റ് നടത്താൻ പോവുകയാണ്. എന്ന് വെച്ചാൽ LBSന്റെ സിലബസ് അനുസരിച്ചുള്ള ഒരു മോക്ക് ടെസ്റ്റ്. ഡേറ്റ് പറയാണ് 23 23 ഈ എന്ന് വെച്ചാൽ 2 ദിവസം കഴിയുമ്പോൾ നമുക്ക് ടെസ്റ്റ് ആണ്. ടെസ്റ്റ് എഴുതിയാണേ. 2 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താവും, ടെസ്റ്റ് 23 നിങ്ങൾക്ക് ടെസ്റ്റ് കാണും. 23 ടെസ്റ്റ് കാണും. ടൈം എന്ന് പറയുന്നത് ഒരു 3 PM ആയിരിക്കും. ചേഞ്ച് എല്ലാം ഉണ്ടെങ്കിൽ അറിയാം. 3 PM ആയിരിക്കും ടൈം. ഒരു 1 hour 120 മിനിറ്റ് കാണില്ല. നമ്മൾ 100 മിനിറ്റ് ആക്കും. ഇംഗ്ലീഷും GK നമ്മൾ കട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഈസിനെസ്സിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ്. 100 മാർക്കിനായിരിക്കും ക്വസ്റ്റ്യൻസ്. അതിൽ അപ്പൊ 50 മാർക്കിന് കമ്പ്യൂട്ടർ ആയിരിക്കും, 25 മാർക്ക് മാത്സ്, 25 മാർക്ക് QA. ഇങ്ങനെയായിരിക്കും ടെസ്റ്റ് വരുന്നത്. അങ്ങനെ ടോട്ടൽ 100 മാർക്കില് ഈ ടെസ്റ്റ് നടത്തി അതിന്റെ റിസൾട്ട് LBSന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് അല്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് നടത്തുന്നത്. ഇതിൽ ടോപ്പ് 3 ആൾക്കാർ 1, 2, 3 ക്വസ്റ്റ്യൻസ് വരുന്ന ആൾക്കാർക്ക് നമ്മൾ ഫ്രീ ഓഫ് കോസ്റ്റ് കോച്ചിങ് നടത്തും. മീൻസ് നമ്മൾ ഈ ഫീസിൽ 1,799 അത് വാങ്ങിക്കില്ല, നിങ്ങൾ ഫ്രീ ആയിട്ട് കോച്ചിങ് നടത്തും. ഞാൻ ആൾറെഡി നമുക്ക് ഒരു 10, 30, 40, 50 പേരോളം വന്നിട്ടുണ്ട് കോച്ചിങ്. അവരാണെങ്കിൽ പോലും അവർക്ക് റിട്ടേൺ ചെയ്യും, റീഫണ്ട് ചെയ്യും. അവർ അടച്ച ഫീസ് റീഫണ്ട് ചെയ്യും. ഞാൻ ആൾറെഡി ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു, റീഫണ്ട് ചെയ്യും. ഇനി വേറൊരു കേസും കൂടെ ഉണ്ട്. നിങ്ങൾ ഈ മാർക്ക് മാത്രമല്ല, ഈ എൻട്രൻസിന്റെ മാർക്ക് മാത്രമല്ല, നിങ്ങൾ ഡിഗ്രിയുടെ മാർക്കും കൂടെ എടുത്ത് 50-50 ആയിരിക്കും. ഇപ്പം ഡിഗ്രിക്ക് നിങ്ങൾക്ക് എത്ര പെർസെന്റേജ് ഉണ്ടോ ആ പെർസെന്റേജിന്റെ 50% വെയിറ്റേജും, പിന്നെ ഈ ടെസ്റ്റിൽ നിങ്ങൾക്ക് ഒരു 80 മാർക്ക് ഉണ്ടെങ്കിൽ ആ 80ന്റെ ഒരു 50% വെയിറ്റേജ് ഇടണം. ഒരു കോപ്പി അടി അങ്ങനത്തെ പരിപാടികളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ്. മാക്സിമം 50% മാർക്ക് നിങ്ങൾ ഡിഗ്രിയിൽ നിന്ന് എടുക്കും. ഡിഗ്രിക്ക് നിങ്ങളെ മാർക്ക് നമ്മൾ ഷീറ്റ് വെച്ച് ഗൂഗിൾ ഫോം വെച്ച് കളക്ട് ചെയ്യും. കളക്ട് ചെയ്തിട്ട് അതിന്റെ 50% ഈ
ടെസ്റ്റ് നടത്തിയതിന്റെ 50% നമ്മൾ പബ്ലിഷ് ചെയ്യുന്ന റിസൾട്ട് ആ 3 പേർക്ക് എന്തായിരിക്കും ഫ്രീ കോച്ചിങ് ആയിരിക്കും. ഈ ഡിഗ്രിയുടെ മാർക്ക് നമുക്ക് പ്രൂഫ് ചെയ്ത് തരണം. ഇനി ടെസ്റ്റ് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് സ്ക്രീൻ സ്വിച്ച് ചെയ്യാൻ പാടില്ല. സ്ക്രീൻ സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വാണിംഗ് തരും, ഒരു പ്രാവശ്യം വാണിംഗ് തരും. പിന്നെ കഴിയുമ്പോൾ എന്ത് ചെയ്യും, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ മാക്സിമം ഇത് ഈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് ടോപ്പ് 3 വരാൻ നോക്കുക. ഡിഗ്രി എടുക്കും. ഡിഗ്രി നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് സെമ്മിന് റിസൾട്ട്സ് കാണും, അഗ്രിക്ക് മാർക്ക് തരാം. പ്ലസ് 50% മാർക്ക് ഈ എംസി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾ റാങ്ക് ഡിഗ്രി മാത്രം ലാസ്റ്റ് പ്രൂവ് ചെയ്യും നിങ്ങൾ ആഡ് ചെയ്യേണ്ടി വരും. എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഞാൻ പറഞ്ഞതിനെ കുറിച്ചോ എന്തെങ്കിലും കോച്ചിങ്ങിനെ കുറിച്ചോ അല്ലെ കോച്ചിങ്ങിനായിട്ട് ചെറുതായിട്ട് ഇൻസിഡൻസിനെ കുറിച്ചോ ആയാലും എന്തായാലും ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആ പറയടാ. ഇടയ്ക്ക് ഏതോ ആപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോഴേ നല്ല ബ്രേക്ക് ആയിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അതായിരിക്കും കാണും. അതൊന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? എനിക്ക് മഴ ആയതുകൊണ്ടാണ്, വേറെ ഒന്നുമല്ല, ഞാൻ പറയാം. ആപ്പ് വേറെ ഒന്നുമല്ല, നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ വഴിയായിരിക്കും നമ്മൾ ടെസ്റ്റുകളൊക്കെ റിയൽ ടൈം. ഞാൻ പറഞ്ഞില്ലേ, ചുമ്മാ ക്ലാസ് പഠിപ്പിച്ചിട്ടൊന്നും ഇതിലൊരു കാര്യവുമില്ല. നിങ്ങൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ഓരോ ടോപ്പിക് പഠിപ്പിക്കുമ്പോഴും നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കിലും ടെസ്റ്റ് കാണും. നമ്മൾ ലാസ്റ്റ് ബാച്ച് അടുത്ത് ചോദിച്ചാലും മതി, അവർക്കും ഇങ്ങനെ ടോപ്പിക് കഴിയുന്നവരും നമ്മൾ ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കും. എന്നാലും നമുക്ക് റിസൾട്ട്സ് ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ നല്ലോണം അവർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും എക്സാം. അതിന് നമുക്കൊരു ആപ്പ് ഉണ്ട്, എഡിഫ്ലൈ. അതൊക്കെ നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആപ്പിന്റെ ആക്സസ് ഒക്കെ തരും. നിങ്ങൾക്ക് ആ ടെക്സ്റ്റുകൾ അവൈലബിൾ ആയിരിക്കും. ഓരോ ക്ലാസ്സുകൾ കഴിയുമ്പോൾ ടെസ്റ്റുകൾ വരും. ഇത്ര ഞാൻ അവിടെ പറഞ്ഞോളൂ. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ സാർ. ഹലോ, ഗുഡ് ഈവനിങ് സാർ. ഹലോ സാർ, എൻ്റെ പേര് മുഹമ്മദ് അസ്ലം. സാറേ, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡ് നമുക്ക് ഉണ്ടാവില്ലേ? റെക്കോർഡ് ക്ലാസ് ആയിരിക്കോ? ക്ലാസ് കഴിഞ്ഞ് പറഞ്ഞാൽ ഒരേ ഡേ കൊണ്ട് വരില്ലടാ. ഒരു അന്ന് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യും. മാക്സിമം നമുക്ക് ഇത് ഗൂഗിൾ ഡ്രൈവിലാണ് ഈ ക്ലാസ് റെക്കോർഡിംഗ്. നമുക്ക് അറിഞ്ഞു തുടങ്ങി പറയുകയാണ്, ഇതിന്റെ റെക്കോർഡിംഗ് ഗൂഗിൾ ഡ്രൈവിലാണ് വരുന്നത്. അത് എടുക്കുക, ഡൗൺലോഡ് ചെയ്യുക, നമുക്ക് അതിലോട്ട് അപ്ലോഡ് ചെയ്യാം ആപ്പിലോട്ട്. ഇത്രയും ഒരു പണിയുണ്ട്. ഇത് വരുമ്പം ചിലപ്പോൾ 1 മണിക്കൂർ ഡിലേ ആവും, ചിലപ്പോൾ 2 മണിക്കൂർ ഡിലേ വരും. ആ ഡിലേ കഴിഞ്ഞിട്ട് ആ ഒരു ടൈം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അപ്ലോഡഡ് ആയിരിക്കും. ഇത് ലൈവ് കണ്ടില്ലെങ്കിൽ റെക്കോർഡർ കാണാം. ലൈവ് ക്ലാസ് ടൈം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെ കൺവീനിയൻസ് ആണ്. ഈ പഠിപ്പിക്കുന്നവരെല്ലാം കോളേജിൽ പഠിപ്പിക്കുന്നവരാണ്, സ്കൂളുകളിലോ കോളേജിലോ പഠിപ്പിക്കുന്നവരായിരിക്കും. ഈ ക്ലാസ്സിന്റെ ടൈമിംഗ് ഒക്കെ എപ്പോഴായിരിക്കും സാറേ? അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ ടീച്ചർമാർ ഓരോ ടൈം ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ ഞാൻ ചിലപ്പം രാവിലെ പ്രിഫർ ചെയ്യാം. വേറെ ടീച്ചർ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല, നിങ്ങൾ ഈ സമയത്ത് ഒന്ന് ക്ലാസ് എടുക്കുന്ന അവരടുത്ത് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡർ കാണാൻ പറ്റും. അതാണ്. നമുക്ക് ഈ എക്സാം ഒക്കെ എക്സാം നമുക്കിപ്പോ പറഞ്ഞ സാറേ വീക്ക്ലി എക്സാംസ് ഉണ്ടാവും ഓരോ പോർഷൻ കഴിയുമ്പോൾ തന്നെ. അപ്പൊ ഇതിന്റെ വീക്കിലി തന്നെ ആയിരിക്കില്ല, ചിലപ്പം 2 ദിവസം കഴിയുമ്പോഴേ എക്സാം കാണും. അതൊരു ടോപ്പിക്. ഇപ്പൊ നമുക്കൊരു ഫാക്കൽറ്റി പറയണം, ഞാൻ ഇത്രയും ടോപ്പിക് പഠിപ്പിച്ച് ഇതിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്ന് പറഞ്ഞാൽ അവർ തരും. ആ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് തരണം. ടെസ്റ്റ് ആയിട്ട് നടത്താൻ നിങ്ങൾക്ക് വെറുതെ PDF തരില്ല. അപ്പൊ ആ ടെസ്റ്റിന്റെ ടൈമിംഗ് എപ്പോഴായിരിക്കും? ടെസ്റ്റിന് അതൊക്കെ ഡിപ്പെൻസ്, ക്ലാസ്സുകൾ അനുസരിച്ചിരിക്കും. ഇപ്പൊ ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് സ്ലോ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും അറ്റൻഡ് ചെയ്യാം. ഫുൾ ഡേ എന്ന് വെച്ചാൽ ഫുൾ ഇയർ ഓപ്പൺ ആക്കിയിട്ടായിരിക്കും. ഇഷ്യൂ ഒന്നുമില്ല. അതായത് കോഴ്സ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ പോസ്റ്ററിലൊക്കെ പറഞ്ഞത് 22 വെച്ചാൽ നാളെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. റീസൺ വേറെ ഒന്നുമല്ല, ഈ ഒരു മോക്ക് ടെസ്റ്റ് നടത്തിയിട്ട് അതിലെ 3 പേർക്ക് ഫ്രീ ആയിട്ട് നമുക്ക് കോച്ചിങ് നടത്തണം. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയയും കിട്ടും ഈ എൻട്രൻസ് എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ അത് കഴിഞ്ഞ് 24-ാം തീയതിയാണ് നമ്മൾ കോച്ചിങ് തുടങ്ങുന്നത്. 24-ന് ഫസ്റ്റ് ക്ലാസ് കത്തോടെ പറയണം. 24-ന് വൈകിട്ട് 7 മണിക്കായിരിക്കും. എത്ര മന്ത്സ് ആണ് കോച്ചിങ് ചോദിച്ചാൽ എക്സാം വരുന്നത് വരെ കാണും കോച്ചിങ്. നമുക്കത് പറയാൻ പറ്റില്ല. എക്സാം ജൂണിൽ ഫസ്റ്റ് വീക്ക് ആണെങ്കിൽ അതിന് മുമ്പ് നിർത്തും. അത് വരെ എന്ന് വെച്ചാൽ എക്സാം തുടങ്ങുന്നത് നമ്മൾ ലാസ്റ്റ് ഇയർ എക്സാം തുടങ്ങുന്നതിന് ഒരു 3 ദിവസം മുമ്പ് വരെ ക്ലാസ് ഉണ്ടായിരുന്നു. കോഴ്സ് ഫീ ഡീറ്റെയിൽസ് ഒന്നും ഇല്ലടാ. 1799. വേറെ ഒരു ഫീസ് നിങ്ങൾ തരണ്ട. 1799 രൂപയാണ് ഫീസ്. വേറെ എക്സാം 1 മന്തിന്റെ ഫീസ് ഒന്നും അല്ല. ഇത് ഫുൾ കോഴ്സിന്റെ 2 മാസം ഉണ്ടെങ്കിൽ 2 മാസം ആയാലും 2 മാസം ഫുൾ കോഴ്സിന്റെ ഫീസാണ് 1799. സാർ ഒരു കാര്യം ചെയ്യട്ടെ സാർ? സാർ ഇപ്പൊ ടെസ്റ്റ് എഴുതി 3 പേർക്ക് ഫ്രീ ആയിട്ട് കോച്ചിങ് കൊടുക്കണമെന്നല്ലേ സാർ നേരത്തെ പറഞ്ഞത്? അപ്പൊ അതിനായിട്ട് നമ്മൾ കോളേജിൽ, അതായത് നമ്മൾ 3 വർഷത്തെയും മാർക്ക് ലിസ്റ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഈ ലാസ്റ്റ് ഇയർ എക്സാം എഴുതിയവരൊക്കെയാണ്. അങ്ങനെയല്ലടാ. 5th സെം നിങ്ങൾക്ക് ഏതൊരു റിസൾട്ട് ഉണ്ടോ അതുവരെയുള്ള മതി. വേറെ ഒന്നും അല്ലടാ. ചിലപ്പോ കൂടുതൽ ഓൺലൈൻ ടെസ്റ്റിൽ നമുക്ക് വേറെ മോണിറ്റർ ചെയ്യാൻ വേറെ വഴിയൊന്നുമില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് പ്രിക്കോഷന് വേണ്ടി എടുത്ത് വെക്കുന്നതാണ്. അതുകൊണ്ടാണ് മോക്ക് ടെസ്റ്റ് കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കണ്ടേ. ഇപ്പൊ 3rd ഇയേഴ്സും പാസ് ഔട്ട് ആയവർക്കും ആണോ ഇപ്പൊ നിങ്ങൾ അങ്ങനെയല്ലടാ.
നിങ്ങൾ 5 സെമ്മിന്റെ റിസൾട്ട്സ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാത്തിനും കൂടെ അഗ്രിഗേറ്റ് മാർക്ക് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. ഇപ്പം ഒരു സെമ്മിൽ 8.5, അടുത്ത 8.3, 8.4 ഉള്ള റിസൾട്ടിന്റെ ആവറേജ് എടുത്ത് തന്നാൽ മതി. നമുക്ക് ആവറേജ് മതി, ഗ്രേറ്റ് അല്ല, സോറി, ആവറേജ് മതി. ഇപ്പൊ 6 സെം ഇപ്പൊ പാസ് ഔട്ട് ആയവരാണെങ്കിൽ നിങ്ങൾക്ക് 6 സെമ്മിന്റെ റിസൾട്ട് ആണ് അതിന്റെ ആവറേജ് എടുത്തു തരാം. അപ്പൊ നിങ്ങൾ 1, 2, 3 വരെയാണെങ്കിൽ നമ്മൾ ചോദിക്കും ആ 3 സെമ്മിന്റെ റിസൾട്ട് ഒന്ന് കാണിച്ചു തരാൻ ചോദിക്കും. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് കാണിച്ചു തരാൻ ബുദ്ധിമുട്ടൊന്നും കാണില്ല എന്തായാലും. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പെർ ഡേ സർ ഫസ്റ്റ് ക്ലാസ് ജോയിൻ ചെയ്യാൻ ലേറ്റ് ആയാലും അതിന് മുന്നേ ഉള്ള ക്ലാസ് എല്ലാ ക്ലാസ്സിന്റെ റെക്കോർഡ്, നിങ്ങളിപ്പോൾ ലേറ്റ് ആയാലും നിങ്ങൾ ലാസ്റ്റ് ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സിന്റെ റെക്കോർഡ് അവൈലബിൾ ആയിരിക്കും. അതിനൊന്നും ഒരു റെസ്ട്രിക്ഷനും ഇല്ല. ക്ലാസ് പെർ ഡേ ഇത് ഓരോ ഫാക്കൽറ്റിയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇംഗ്ലീഷിന്റെ ടീച്ചർ 2 മണിക്കൂർ ക്ലാസ് ഒരുമിച്ചാണ് ചോദിക്കുന്നത്. ഇപ്പൊ ഞാൻ എടുക്കുകയാണെങ്കിൽ ഞാൻ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ആയിരിക്കും എടുക്കുന്നത്. ചിലവർ 1 മണിക്കൂറേ എടുക്കുകയുള്ളൂ മാത്സ് ഒക്കെ ആണെങ്കിൽ. അത് അവരെ കൺവീനിയന്റ് ആണ്, കൺവീനിയന്റ് ആയിട്ടുള്ള ടൈമിലായിരിക്കും അവർ എടുക്കുന്നത്. ഓരോരുത്തരും ഓരോ രീതിയിലാണ്. ആ മോക്ക് ടെസ്റ്റിന്റെ എല്ലാ ഡീറ്റെയിൽസും ഗ്രൂപ്പിൽ പറയോടാ. അത് നാളെ തന്നെ രജിസ്ട്രേഷൻ ഫോം ഒക്കെ ഇടും. അത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾക്ക് ടോപ്പ് 3 വരെയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് ചേരാം എന്ന് എനിക്ക് മനസ്സിലായില്ല. നിംസെറ്റ് കോച്ചിങ് ഇല്ല, നിംസെറ്റിന്റെ കോച്ചിങ് ഇല്ലടാ. നിംസെറ്റും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. 2021 പാസ് ഔട്ടായ ഒരു ഇഷ്യൂ ഇല്ല. നിങ്ങൾ പാസ്സായിരിക്കും, അത്രേ ഉള്ളൂ. കഴിഞ്ഞാൽ ഡിസ്റ്റന്റ് ആയി MC ചെയ്യാമല്ലോ. അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞ് ഡിസ്റ്റന്റ് ആയിട്ട് MC ചെയ്യാൻ അത് ആ കോളേജ് ഡിപ്പെൻഡ് ചെയ്തിരിക്കൂടാ. മാത്സും സ്റ്റാറ്റും സീനാണോ? അല്ലടാ, സീനൊന്നും അല്ല. +2 ലെവൽ മാത്സ് ആണ് വരുന്നത്. ഡിഗ്രി ലെവൽ ആണ് ഹൗ ടു രജിസ്റ്റർ. നിങ്ങൾക്ക് ഡെയിലി ക്ലാസ് ഉണ്ടാവണം. കഴിഞ്ഞ വർഷം എല്ലാം നമ്മുടെ ഡെയിലി ക്ലാസ് ഉണ്ടായിരുന്നു. നിങ്ങൾ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ നിങ്ങൾക്ക് കോച്ചിങ് ചേരണമെന്നുണ്ടെങ്കിൽ 7907008784 എന്നുള്ള നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഇതിലെല്ലാം ഉണ്ട്, ചാനലിലും എല്ലാം നമ്മൾ ഗ്രൂപ്പിലിട്ട് അയക്കാം. അവിടെ മെസ്സേജ് അയക്കുക, പേയ്മെന്റ് ചെയ്യുക. വേറെ ഒരു ഫോർമാലിറ്റി ഇല്ല. പേയ്മെന്റ് ചെയ്യുക, നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ലൈവ് ക്ലാസ്സിന്റെ ലിങ്ക് കാണും, എല്ലാം കാണും. ഈ ആപ്പ് എന്താ പറയാ എമുലേറ്ററിൽ വർക്ക് ആവോ? എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിൽ എടുക്കാൻ പറ്റുമോ? കമ്പ്യൂട്ടറിൽ അത് ആപ്പ് റൺ ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. എമുലേറ്റർ ആദ്യം ചോദിക്കുന്നത് എന്റെ അടുത്ത്. നിങ്ങൾ ആപ്പ് വെബ് ഉണ്ടോടാ? വെബുണ്ട്, വെബിൽ എടുത്താൽ പോരെ. ടെസ്റ്റ് അല്ലേ, വെബ് എടുത്താൽ മതി. ഈ ഇയർ സിലബസ് മാറും നമുക്ക് പറയാനൊന്നും പറ്റില്ല. ചാൻസ് വളരെ കുറവാണ്. ആലോചിച്ച് നോക്കിയാൽ കഴിഞ്ഞ വർഷം മാറി ഈ വർഷം മാറാനുള്ള ചാൻസ് വളരെ കുറവ്. ഇനി മാറിയാലും ഈ ഉള്ള സിലബസിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും വരില്ല. എടുത്ത് കളയാനേ ചാൻസ് ഉള്ളൂ, കൂട്ടാൻ ചാൻസ് വളരെ കുറവാണ്. ആ മാറിയാലും നമ്മൾ അതനുസരിച്ച് കോഴ്സിന് ചേഞ്ചസ് വരും, അത്രേ ഉള്ളൂ. കഴിഞ്ഞ വർഷം നമ്മൾ തുടങ്ങി കഴിഞ്ഞിട്ടാണ് സിലബസ് മാറിയത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, അനുസരിച്ച് ചേഞ്ചസ് വരും. വേറെ ഇഷ്യൂ ഒന്നുമില്ല. വേറെ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ മോക്ക് ടെസ്റ്റ് നിങ്ങൾ സിലബസ് ജസ്റ്റ് നോക്കി മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് കിട്ടാവുന്നതാണ്. കാരണം മിക്ക ആർക്കും ഇതിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. നിങ്ങൾ എഴുതാൻ നിങ്ങൾക്ക് കിട്ടും. വലിയ ഇഷ്യൂ ഉള്ള കാര്യമൊന്നുമല്ല, വലിയ പാടുള്ള ക്വസ്റ്റ്യനും ആയിരിക്കില്ല. നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. ടോപ്പ് 3 കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാർ പ്ലേസ്മെന്റ് ഒക്കെ ഇങ്ങനെ സീറ്റിലാണ്. സിംപ്ലി നല്ല പ്ലേസ്മെന്റ് ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളാണ്. അവരുടെ ടോപ്പ് പ്ലേസ്മെന്റ്സ് വരുന്നത് CET-യിലാണ്. CET പഠിച്ച ആൾക്കാരും, ഞാൻ CET പാസ് ഔട്ട് ആണ്. എന്റെ ഇയറിലൊക്കെ ഫുൾ ആൾക്കാർക്കും പ്ലേസ്മെന്റ് കിട്ടിയിട്ടുണ്ട്. സപ്ലി ഇല്ലാത്ത എല്ലാവർക്കും. ഒരു ദിവസം എത്ര ക്ലാസ്? ഒരു ദിവസം ആദ്യമൊക്കെ നമ്മൾ ഒരു ക്ലാസ് ആയിരിക്കും വെക്കുന്നത്. പിന്നെ 2 ക്ലാസ്. ആദ്യമേ 2 ക്ലാസ് വെച്ച് മുഷിപ്പിക്കേണ്ടെന്ന് വെച്ചുകൊണ്ട് ആദ്യം ഒരു ക്ലാസ്സേ വെക്കുള്ളൂ, പിന്നെ 2 ക്ലാസ്. ആപ്പിന്റെ വെബ് ഉണ്ടോ? വെബ് ഉണ്ടടാ, പക്ഷെ വീഡിയോസ് ആപ്പ് വഴിയേ കാണാൻ പറ്റുള്ളൂ. പ്രൈവസി ഇഷ്യൂസിന്റെ ആണ്. ഇപ്പോൾ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്നവർക്ക് LPS എക്സാം ജസ്റ്റ് അറ്റൻഡ് ചെയ്ത് നോക്കാം, അതൊക്കെ പറ്റും. ഇഷ്യൂ ഒന്നുമില്ല. അറ്റൻഡ് ചെയ്ത് നോക്കാൻ പറ്റും. അറ്റൻഡ് ചെയ്യാൻ ഇഷ്യൂ ഒന്നും കാണില്ലടാ. അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എന്ത് കാര്യം ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിലും, കോഴ്സ് ആയാലും ഈ കേട്ടില്ലടാ. ഇതൊരു ട്രയൽ ക്ലാസ് ആണോ സർ? ഞാൻ ഉദ്ദേശിച്ചത് പേയ്മെന്റ് ചെയ്യാത്തവർക്കും ഈ ക്ലാസ്സിൽ ഇരിക്കാമല്ലേ? ഈ ക്ലാസ് ഇന്നത്തെ ക്ലാസ് അല്ല സർ, ഞാൻ ഉദ്ദേശിച്ചത് എന്ന് വെച്ചാലേ പേയ്മെന്റ് ചെയ്തവര് സെപ്പറേറ്റ് ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വന്നിട്ടില്ല. അതാ ഞാൻ ചോദിച്ചത്. അത് ഇന്ന് വന്നായിരിക്കും. ഇന്ന് എന്നാ ജോയിൻ ചെയ്തത്? ഇന്നാണോ? അല്ല, ഇന്നല്ല, 2 ദിവസമായി. എന്ത് മെസ്സേജ്? മോക്ക് ടെസ്റ്റിന്റെ ആണോ വരാത്തത്? അല്ല സർ, ഇതിന്റെ ഈ ക്ലാസിന്റെ ലിങ്ക് ഒന്നും വന്നിട്ടില്ലല്ലോ. ഇത് പഴയ ഗ്രൂപ്പിൽ നിന്നാണ്. ഓറിയന്റേഷൻ അല്ലേ? ജനറൽ ആയിട്ടല്ല. MC അപ്ഡേറ്റ്സ് ഗ്രൂപ്പ് ഇല്ലല്ലേ? ഇല്ല ക്ലാസ് ഇല്ലല്ലേ? അത് അറിഞ്ഞൂടായിരുന്നു. നമ്മൾ അങ്ങനെ ഇടാത്തതാണ്. കാരണം ആ ഗ്രൂപ്പിലുള്ളവർ ഇവിടെ കാണുന്നത് 600ഓളം പേര്. അത് കോമൺ ഓറിയന്റേഷൻ ആണ്, അല്ലാതെ ക്ലാസ് ആയിട്ടൊന്നും അല്ല. MCA മാത്രമേ ഉള്ളൂ. അതാണ് ഉദ്ദേശിച്ചത്. ഈ PDF ഗ്രൂപ്പിൽ എന്തായാലും ഷെയർ ചെയ്യണം, ഒരു ഇഷ്യൂ ഇല്ല. ദിസ് ഇയർ എങ്ങനെയുണ്ട് പ്ലേസ്മെന്റ്? CET ഡീറ്റെയിൽസ്, CET പ്ലേസ്മെന്റ്സ്, CET ആരെങ്കിലും ഞാൻ കോൺടാക്ട് ചെയ്തിട്ട് പറയാം. CET പിള്ളേരുടെ കണക്ഷൻ ഉണ്ട്, ഞാൻ കോൺടാക്ട് ചെയ്ത് പറയാം.
എന്തായാലും ഇപ്പൊ ഹൊള്ളയിലെ ഏറ്റവും പ്ലേസ്മെന്റ്സ് CET, RIT, TKM നല്ല പ്ലേസ്മെന്റ്സ് ഉണ്ട് കേട്ടോ. എയ്ഡഡ് ആയിട്ട് നല്ല പ്ലേസ്മെന്റ്സ് ആണ്, കമ്പാരിറ്റീവ്ലി നല്ല പ്ലേസ്മെന്റ് ആണ്. പ്രൈവറ്റ് കോളേജിനെക്കാട്ടി എന്തായാലും ഓൾവേസ് ബെറ്റർ ആയിരിക്കും ഗവൺമെന്റ് എയ്ഡഡ് കോളേജ്. അതിന്റെ ഹൈലൈറ്റ്. എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. കാരണം പലർക്കും പല ഡൗട്ടുകൾ കാണും. MCA ഹാർഡാണ്. MCA ഇപ്പൊ സിലബസ് നല്ല ആവശ്യത്തിന് നല്ല രീതിയിൽ അവർ റീഫ്രെയിം ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ വേറെ ഒന്നുമില്ല, പഴയ സിലബസ് കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു കമ്പനി കയറാൻ അവർ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യും. കാരണം ബിടെക്കുകാരെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തിനെടുക്കണം, അങ്ങനെ സിലബസ് നന്നാവണ്ടേ. എന്തായാലും എടാ, ഞാൻ നോൺ CS ബാക്ക്ഗ്രൗണ്ട്, ഞാൻ ആ 23 പേര് പറഞ്ഞില്ലേ, അതിൽ എന്റെ ഒരു ഓർമ്മയാണെങ്കിൽ കുറെ പേര് നോൺ CS ആണ്. CT പഠിക്കുന്നതല്ല, ഏത് കോളേജിൽ പഠിക്കുന്നതായാലും. കാരണം നോൺ CSകാർക്ക് എന്റെ ഒരു നിഗമനം അവർക്ക് നല്ല പേടിയാണ്. കാരണം അവർക്ക് പറ്റുമോ, കാരണം CS കാര്യമില്ലേ എന്നൊരു പേടിയുണ്ട്, അവർ പഠിക്കുന്നല്ലോ. ഞാൻ നോർമലി കണ്ടിട്ടുള്ള കാര്യമാണ്. 1.5 കൊണ്ട് മൈ കൊണ്ട് എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റും. ഞാൻ എന്റെ കോച്ചിങ്ങിലുള്ളതിൽ നോൺ CS ബാക്ക്ഗ്രൗണ്ടുകാരായിരുന്നു കൂടുതൽ. CT കയറിയവരും ഉണ്ട് നോൺ CS ബാക്ക്ഗ്രൗണ്ട്. CT കയറിയവര് ഗവൺമെന്റ് എയ്ഡഡ് കോളേജ് നല്ല ഞാൻ പറഞ്ഞു. CT തന്നെ കയറിയാൽ എനിക്കറിയാവുന്ന നോൺ CS ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒന്നിക്കുള്ള ആൾക്കാരുണ്ട് എന്തായാലും. TKM കോളേജ് എങ്ങനെയാണ്? TKM കോളേജ് കൊള്ളാടാ. ഇപ്പൊ ഈ ആട്ടോണമസ് ആക്കി, അപ്പൊ കുറച്ചുകൂടെ നല്ലതാ. അത് ഈ വർഷം LBS ആണ് എടുക്കുന്നതെന്നാണ് പറഞ്ഞത്. ഓക്കെ ആണോ? ഈ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ബാക്കി PG കോഴ്സിന്റെ സിലബസ് എവിടെ നിന്ന് കിട്ടുക? ബാക്കി PG കോഴ്സ് നോൺ CS സ്റ്റുഡൻസിന് MCA അപ്ലൈ ചെയ്യാം. ആവറേജ് പാക്കേജ് ആവറേജ് അഫ്ലാക്ക് CET-ലാണെന്നാണ് പഠിക്കുന്നത്. ആവറേജ് പാക്കേജ് 6 to 7 LP ആണ്. അഫ്ലാക്ക് കമ്മ്യൂണിറ്റി റെപ്രസെന്റ് ചെയ്ത് തന്നെയാണെന്ന് തോന്നുന്നു. അഫ്ലാക്ക് പറഞ്ഞ CET-ൽ 6 to 7 LP ആണ് ലാസ്റ്റ് ഇയറിലെ ആവറേജ് പാക്കേജ്. ഗുഡ് പാക്കേജ് ആണ്. നിങ്ങൾ ഏത് കോളേജിൽ പോയാലും നിങ്ങൾക്ക് അത്രയും കിട്ടില്ല. ആവറേജ് എന്ന് പറയുമ്പോൾ ടോപ്പ് എത്ര ആയിരിക്കും ആലോചിച്ച് നോക്കുക. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആപ്ലിക്കേഷൻ ഈ ഫസ്റ്റ് വീക്ക് അല്ലെങ്കിൽ സെക്കൻഡ് വീക്കാണ് യൂഷ്വലി വരാറുള്ളത്. അവരുടെ ടൈമിൽ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ന്യൂ ഗവൺമെന്റ് എയ്ഡഡ് കോളേജ് വരും LBS വഴി അഡ്മിഷൻ. ഇല്ലടാ, ഇങ്ങനെ വരികയാണെങ്കിൽ പ്രോസ്പെക്ടസിൽ കാണിക്കും. എന്തായാലും പ്രോസ്പെക്ടസിൽ ലിസ്റ്റ് വരും. അപ്പൊ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം, ഗ്രൂപ്പിൽ തന്നെ അറിയിക്കാം. എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെന്ന് പ്രോസ്പെക്ടസ് വന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഗവൺമെന്റ് എയ്ഡഡ് കോളേജിലാണെങ്കിൽ ഫീ കുറവായിരിക്കും. ഇവിടെ കൺസെഷൻ നിങ്ങൾ ജനറൽ അല്ലാത്ത കാറ്റഗറി ഒക്കെ ആണെങ്കിൽ കൺസെഷൻ വരും. സെക്കൻഡറി ഓപ്ഷൻ ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കോളേജ് കൂടെ പറയും. ഇഫ് എക്സാം ടഫ് ആവുകയും നന്നായി അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, എടാ അത് അങ്ങനെ ആലോചിക്കില്ലേ ദയവ് ചെയ്ത്. നിങ്ങൾ ടഫ് ആണെങ്കിൽ അപ്പൊ നോക്കാം. അപ്പൊ അഡ്മിഷൻ ആദ്യം എക്സാം കഴിഞ്ഞിട്ട് പിന്നെയാണ് അഡ്മിഷൻ പ്രൊസീജിയേഴ്സ്. അത് അപ്പൊ ആലോചിച്ചാൽ മതി. ഇപ്പൊ തൽക്കാലം അതിനെ കുറിച്ച് ഞാൻ എന്താന്ന് വെച്ചാൽ ഞാൻ നിംസെറ്റിനും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, പിന്നെ CUT PG അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താന്ന് വെച്ചാൽ CUT PG-യിൽ ശരിക്കും ഇത്തവണ പെട്ടെന്ന് സിലബസ് മാറ്റിയാണ് ചെയ്തത്. അപ്പൊ ഭയങ്കര വാസ്റ്റ് ആയിക്കോളാം. മാത്സ് നല്ല കമ്പ്യൂട്ടർ കുറച്ച് ടഫായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇല്ലടാ, അങ്ങനെ സെക്കൻഡറി ഓപ്ഷൻസ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കോളേജ് കൂടെ പറയാം. നിങ്ങൾക്ക് സെക്കൻഡറി കോളേജ് എനിക്ക് മെസ്സേജ് അയച്ചാ, ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം എന്താണ് കേസ് എന്ന്. ഒരു ഡിഗ്രി ലെവൽ എത്ര എടാ നിങ്ങൾക്ക് MCA അഡ്വാൻറ്റേജ് ആണ്. നിങ്ങൾ ഡിഗ്രിയിലെ ഒരു മാർക്ക് പോലും ഇവിടെ എടുക്കില്ല. നിങ്ങൾക്ക് ഡിഗ്രി ഇപ്പം നിങ്ങൾക്ക് 5 പോയിന്റ് ഒരു കട്ട് ഓഫ് പറയുന്നുണ്ട്. അതിനെക്കാട്ടി 5 പോയിന്റിനെക്കാട്ടിയും കുറവായിരിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ നിങ്ങൾക്ക് സപ്ലൈ കാണും. ആ 5 പോയിന്റ് സംതിങ് എന്തോ ആണ് കട്ട് ഓഫ്. ആ കട്ട് ഓഫിന് മുകളിലുള്ള ആർക്ക് വേണോ അപ്ലൈ. ആ മാർക്ക് നിങ്ങൾക്ക് ബോധമില്ല. നിങ്ങൾ റാങ്ക് എക്സാം വഴി നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നു അത് വെച്ചുള്ള റാങ്ക് ലിസ്റ്റ് വെച്ചാണ് അഡ്മിഷൻ. TKM-ൽ നല്ല പ്ലേസ്മെന്റ് ഉണ്ട്. TKM-ലുള്ള ആൾക്കാരുടെ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാം. അഫ്ലാക്ക് കമ്മ്യൂണിറ്റി റെപ്രസെന്റ് ചെയ്താണ്. നിങ്ങൾക്ക് KTU-MCA കമ്മ്യൂണിറ്റി ഉണ്ട്, വലിയൊരു കമ്മ്യൂണിറ്റിയാണ്. ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, ഇൻസ്റ്റ എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റ്സും കോളേജുകളുടെയും കമ്മ്യൂണിറ്റിന്റെയും കാര്യം എല്ലാ അപ്ഡേറ്റ്സും അവിടെ നിന്ന് കിട്ടും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവിടെ നിന്ന് ക്ലിയർ ചെയ്ത് തരും. ഒരുപാട് വലിയൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. BC-കാർക്ക് മുൻഗണന ഉണ്ട്? ഒന്നുമില്ല. BC-കാർക്ക് ഒന്നുമില്ല, ഒരാൾക്കും ഒന്നുമില്ല. എല്ലാവരും കോമൺ ആണ്. ഞാൻ പറഞ്ഞില്ലേ, BC-കാർക്ക് മുൻഗണന പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കമ്പ്യൂട്ടർ സയൻസ് 50 ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ഒരു മുൻഗണന മാത്രമേ ഉള്ളൂ. ഓക്കെ ആണോ? നമുക്ക് മീറ്റിംഗ് മൈൻഡ് അപ്പ് ചെയ്യാം. സമയമായില്ലേ, 9 മിനിറ്റ് ആയി. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ വേണമെങ്കിൽ ഗ്രൂപ്പിൽ ഇടാം. നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പം താങ്ക്സ് ഫോർ അറ്റൻഡിങ്. കോച്ചിങ് തരാൻ താല്പര്യമുള്ളവരെ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, താങ്ക് യു.